ലേവ്യ പുസ്തകം 23 അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരികെ. ലേവ്യ പുസ്തകം 23 അധ്യായത്തിൽ നിന്നായിരുന്നല്ലോ ഈ ദിവസങ്ങളൊക്കെയും നാം ധ്യാനിച്ചു വന്നത്. 23 അധ്യായം ലേവ്യ പുസ്തകം 23, 24, 25 വാക്യങ്ങൾ. 23 അധ്യായം ലേവ്യ പുസ്തകം 23, 24, 25 വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗവുമുള്ള സ്വസ്ഥ ദിവസവുമായിരിക്കണം. അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യാതെ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 24-ാം വാക്യം, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകം. കാഹളധ്വനിയുടെ ജ്ഞാപകം. ഈ രാത്രി നാം കേൾക്കുന്നതായ വിഷയം ഇതത്രേ, കാഹളോത്സവം. കാഹളോത്സവം യഹൂദന്റെ 7 ഉത്സവങ്ങൾ എന്നല്ല ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന് നമ്മൾ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നതായ സ്തോത്രം പദപ്രയോഗം യഹൂദന്റെ ഉത്സവങ്ങളല്ല, പകരം യഹോവയുടെ ഉത്സവങ്ങൾ അത്രേ. യഹൂദന്റെ അല്ല, പകരം സ്തോത്രം യഹോവയുടെ അത്രേ. മിത്ത എന്ന പദമാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആവർത്തിച്ച് പറയട്ടെ, അതിന് റിഹേഴ്സൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കോറിയോ നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്നതിന് മുൻപ്, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് തിരശ്ശീലയ്ക്ക് പിൻപിൽ ഒരു റിഹേഴ്സൽ ആവശ്യമാണ് എന്നതുപോലെ സ്തോത്രം അതേ മരുഭൂമിയിൽ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായ കർത്താവ് യഹൂദനെ നോക്കി അതേ ഉത്സവങ്ങളെക്കുറിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. അതൊരു റിഹേഴ്സലിന്റെ കാലഘട്ടമായിരുന്നു. കാരണം പുതിയ നിയമത്തിൽ അത് റിയാലിറ്റിയായി വെളിപ്പെടുകയുണ്ടായി. 1-ാം മാസമായ നിസാൻ മാസത്തിൽ പാസ് ഓവർ പെസഹയോടെ സ്തോത്രം ആ ഉത്സവം ആരംഭിക്കുന്നു. അത് വീണ്ടെടുപ്പിനെ കുറിക്കുന്നു. 2 സ്തോത്രം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അനുദിനം മനസ്സ് പുതുക്കി പാപത്തെയും ലോകത്തിന്റെ മണ്ഡലത്തെയും വെറുത്ത് മാനസാന്തര ജീവിതത്തെക്കുറിച്ച് പുളിപ്പില്ലാത്ത അപ്പം അത് കുറിക്കുന്നു. 3-മതായി ആദ്യ ഫല പെരുന്നാൾ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിസാൻ മാസം 15-ാം തീയതി സ്തോത്രം പെസഹായുടെ ദിനത്തിൽ മരിച്ച യേശു പുളിപ്പില്ലാത്തവനായി പാപമില്ലാത്തവനെ അടക്കം ചെയ്യപ്പെട്ട് 100% ദൈവഹിതത്തിലായിരുന്നത് കൊണ്ട് അവനിതാ 3-ാം ദിവസം ആദ്യ ഫല പെരുന്നാളിന്റെ ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ ഒരു ദൂത ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. അതേ, നിങ്ങൾ 100% പുസ്തകം പറയുന്ന പോലെ ദൈവാത്മാവിന്റെ അരുളപ്പാട് പോലെ ദൈവഹിതത്തിൽ ആണ് എങ്കിൽ നിങ്ങളെ ഒരിക്കലും ആർക്കും തകർത്തിടുവാൻ കഴിയത്തില്ല. നിങ്ങൾക്കൊരു ഉദ്ധാരണമുണ്ട്. ദൈവഹിതത്തിലുള്ളവർക്ക് തീയും വെള്ളവും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. തേജസ്സിന്റെ സുവിശേഷം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. കൂടെ ഇരിക്കുമ്പോൾ തന്നെ നീ തീയിലൂടെ കടന്നു പോകേണ്ടി വരും, നീ വെള്ളത്തിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ തീ നിന്നെ ചാരമാക്കത്തില്ല, വെള്ളം നിന്നെ ഒഴുകിക്കളയത്തുമില്ല. കാരണം പ്രവാചകനും പ്രാസിംഗനും അല്ല, ഗബ്രിയേലും മിഖായേലും അല്ല, യഹോവ ശമ്മ ഇമ്മാനുവേൽ എന്നരുളി ചെയ്യുന്ന ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ആ തീയെയും വെള്ളത്തെയും നീ ജയിക്കും. അനുഭവിച്ചവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. കുശവന്റെ കൈ കീഴിലിരുന്ന ഒരു പാത്രം ചീത്തയായി പോയി. പിന്മാറിയിട്ടല്ല ആ പാത്രം ചീത്തയായി പോയത്, കുശവന്റെ കൈ കീഴിൽ ഇരുന്നപ്പോൾ തന്നെ അത് ചീത്തയായി പോയി. ദൈവവേല ചെയ്യുമ്പോൾ, ദൈവത്തിന് വചനം അനുസരിക്കുമ്പോൾ, ദൈവഹിതത്തിലായിരിക്കുമ്പോൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ എന്നിട്ടും ദൈവസഭയിലായിരിക്കുമ്പോൾ കഴിവുള്ളതുപോലെ പ്രയോജനപ്പെടേണ്ട പോലെ രാത്രിയും പകലും സഭയ്ക്ക് വേണ്ടി ഓടി നടന്നു. എന്നിട്ടും ഒരു താഴ്വര നിങ്ങൾക്ക് വന്നെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്കൊരു ഉടവ് വന്നെങ്കിൽ, ഒരു ക്രൈസിസ് വന്നെങ്കിൽ, ഈ രാത്രി നിങ്ങൾക്കുള്ള ദൂത് ഇതാണ്: കുശവന്റെ കൈ വെറുതെ ഇരിക്കത്തില്ല. അവന്റെ കൈക്കീഴിൽ ഇരുന്ന് ചീത്തയായി പോയ പാത്രത്തിന് വീണ്ടും ഒരിക്കൽ കൂടെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി അവൻ തീർത്ത്. ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കുശവൻ 2ാമത് മെനഞ്ഞതായ പാത്രമുണ്ടല്ലോ, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും നല്ലതായിരുന്നു 2ാമത് ഉണ്ടായി വന്നത്. ഒരു ഉടവ് കണ്ട കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു ഉടവ് കണ്ട ദൈവദാസിമാർ ഉണ്ട് എങ്കിൽ, നീ പോയതിനെ നോക്കി കരയുവാൻ വിലപിപ്പാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. നിന്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. പുസ്തകം അങ്ങനെ പറയുന്നു. അവൾ ഭാവിയെ നോക്കി നെടുവീർപ്പിടുന്നു എന്നല്ല, അവൾ ഭാവിയെ നോക്കി നിലവിളിക്കുന്നു എന്നല്ല, അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിയിടുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, എൻ്റെ നല്ല കാലം വരുന്നേ ഉള്ളൂ. നോക്കി പറഞ്ഞേ, എൻ്റെ നല്ല കാലം വരുന്നേ ഉള്ളൂ, നല്ല ശുശ്രൂഷ വരുന്നേ ഉള്ളൂ, നല്ല ഫാസ്റ്റിംഗ് പ്രയർ വരുന്നതേ ഉള്ളൂ, നല്ല സീസൺ വരുന്നതേ ഉള്ളൂ, നല്ല ദൂത് വരുന്നതേ ഉള്ളൂ. ദുഷ്ടപിശാച് നിന്റെ കഷ്ടകാലം വരിക. രാജാതി രാജാവ് യേശു വന്ന് നിന്നെ ബന്ധിച്ച് അഗ്നി നരകത്തിലേക്ക് നിന്നെ തട്ടിയിടുവാൻ വേണ്ടി യേശു വേഗം വരുവാൻ വേണ്ടി പോകുന്നു. സത്തനം നിന്റെ കഷ്ടകാലമെങ്കിൽ സഭയ്ക്ക് നല്ല കാലം വരുവാൻ വേണ്ടി പോകുകയാണ്. വേദപുസ്തകം പറയുന്നു, അതേ സ്തോത്രം, 3-ാം ദിവസം കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. വായ്
വായ് ദൈവത്തിന്റെ ഹിതത്തിൽ നിന്നതുകൊണ്ട്, ദൈവഹിതത്തിൽ അവൻ നിന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് വെറുതെ ഇരുന്നില്ല. ഈ പറയുന്ന പിതാവിന്റെ ഹിതത്തിൽ പുത്രനെ നീ നിന്നാൽ മതി. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, ഞാൻ വന്ന് നിന്നെ ഉദ്ധരിക്കും. അത് സംഭവിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അരിമത്തിയിലെ യോസെഫിന്റെ കല്ലറയുടെ വാതിക്കലുള്ള കല്ലിനെ ഉരുട്ടി മാറ്റി ദൂതൻ അതിന് മുകളിലിരുന്നു. ഉരുട്ടി മാറ്റിയ കല്ലിന് മുകളിൽ ദൂതൻ ഇരുന്നു. ഞാൻ വീണ്ടും പറയും, ഉരുട്ടി മാറ്റിയ കല്ലിന് മുകളിൽ ദൂതൻ ഇരുന്നു. വായ് എന്താ കാര്യം? ആ കല്ല് വീണ്ടും നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു ഉരുളാതിരിപ്പാൻ. ആ കഷ്ടത പോയി, ആ കണ്ണുനീർ പോയി, ആ ബന്ധനം പോയി, ആ കീമോതെറാപ്പി പോയി, ആ ഹോസ്പിറ്റൽ ജീവിതം പോയി. കൈയടിക്കണമെങ്കിൽ നേരെ കൈയടിക്കണം, സ്തുതിക്കണമെങ്കിൽ നേരെ സ്തുതിക്കണം. It cannot be repeated. യേശുവിന്റെ നാമത്തിൽ അതൊരിക്കലും മടങ്ങി വരത്തില്ല. ഈ വെള്ളം നീ ഇനി കാണുകയില്ല. ഇന്ന് കണ്ട മിസ്ലേമിനെ ഇനി മേലാൽ നീ കാണുകയില്ല. ആ ഫയലിനെ സ്വർഗാദി സ്വർഗം, ആ ഫയലിനെ കർത്താവ് അവൻ ക്ലോസ് ഡൗൺ ചെയ്ത് അത് സ്തോത്രം എന്നേക്കുമായി പോയി. ആദ്യ ഫല പെരുന്നാളിൽ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 50-ാം ദിനത്തിൽ സിനായ് മലയിൽ സ്തോത്രം പെന്തക്കോസ്താനിൽ ഇറങ്ങി വന്നവനായ കർത്താവ് അതേ ചെങ്കടൽ കടന്ന് 50-ാം ദിനത്തിൽ ഇസ്രായേൽ ജനത്തിന് കൽപ്പനകൾ, വിധികൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ നൽകുവാൻ തക്കണം 613 കൽപ്പനകൾ നൽകുവാൻ ഇറങ്ങി വന്നവനായ കർത്താവ് ഭൂപ്പരപ്പിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട, ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട യഹൂദന് തോന്നിയ ജീവിതം അല്ല ദൈവം കൊടുത്തത്. ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും സ്തോത്രം അതേ അരുളപ്പാടുകളും വചനവും നൽകുവാൻ തക്കണം അന്ന് സീനായ് മലയിൽ ദൈവം ഇറങ്ങി വന്നു എന്ന് ചെങ്കടൽ കടന്നതിന്റെ 50-ാം ദിനത്തിൽ കർത്താവ് യേശു ക്രിസ്തു കല്ലറയിൽ നിന്ന് പുറത്തു വന്നതിന്റെ 50-ാം ദിനത്തിൽ ആശ്വാസപ്രദനായ, ശക്തനായ, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇന്നും ഭൂമിയിലെ ഏറ്റവും വലിയ ആത്മാവ് സാത്താൻ സഭയുടെ ആത്മാവല്ല, ന്യൂ ഏജിന്റെ ആത്മാവല്ല, മറ്റേതെങ്കിലും ദുരാത്മാവല്ല, അന്തിക്രിസ്തുവിന്റെ ആത്മാവല്ല. ഇന്ന് രാത്രിയിലും സ്തോത്രം ഭൂഖണ്ഡങ്ങളിൽ, രാജ്യങ്ങളിൽ, താഴ്വരകളിൽ, മേടുകളിൽ, വ്യക്തികളിൽ, കുടുംബങ്ങളിൽ ഈ രാത്രിയിലും വ്യാപരിക്കുന്ന ശക്തനായ ആത്മാവ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവത്രേ. അവൻ ഇന്ന് രാത്രിയിലും ഇവിടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിനായി 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്. ഒരിക്കൽ കൂടെ ശബ്ദം ഉയരട്ടെ. പുസ്തകം പറയുന്നു സ്തോത്രം ഇതാ പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ സഹോദരങ്ങളെ, ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ്, ഒരു ലോങ് ഇന്റർവെൽ കഴിഞ്ഞിട്ടാണ് ഇതാ സ്തോത്രം 5-ാമത്തെ ഉത്സവമായ അതേ കാഹളോത്സവത്തെ കുറിച്ച് കർത്താവ് പറയുന്നത്. സ്തോത്രം അതേ വലിയൊരു ഇന്റർവെൽ കഴിഞ്ഞിട്ടാണ് കാഹളോത്സവത്തെ കുറിച്ച് പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സിയോൻ മലയിൽ 120 പേർ ഒരുമിച്ച് കൂടിയിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പെന്തക്കോസ്ത് അതേ ദിനത്തിൽ ഇറങ്ങി വന്നു. ലോങ് ടൈം കടന്നുപോയി. ഏകദേശം 20 നൂറ്റാണ്ട് കടന്നുപോയി. ഇപ്പോൾ ഇതാ ഒരു കാഹളം ധ്വനിപ്പാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഒരുങ്ങിയാലും ശരി, ഇല്ലെങ്കിലും ശരി, ഒരു കാഹളം ഈ മധ്യാകാശത്ത് ധ്വനിക്കുവാൻ പോകുന്നു. ഒരു ശബ്ദം ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങുവാൻ പോകുന്നു. ലോകരാജ്യങ്ങൾ, ലോക നേതാക്കന്മാർ അങ്കിൾ പറയായിരുന്നു, മണിക്കൂറുകൾക്ക് മുമ്പ് യുദ്ധ കാഹളങ്ങൾ അവർ മുഴക്കിക്കളഞ്ഞു. അവരുടെ ടാങ്കുകൾ ഒരുങ്ങി അതേ മുരളുകയാണ്. അവിടെ സ്തോത്രം അവിടെ അന്തർവാഹിനികൾ അതെ ചലിക്കുകയാണ്. അവിടെ പ്ലെയിനുകൾ ഇതാ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ മിസൈലിന്റെയോ മിഗിന്റെയോ ശബ്ദമല്ല ഈ അന്തരീക്ഷത്തിൽ ദൈവാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവൻ കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. കർത്താവ് വേഗം വരുവാൻ പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. യേശുവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ സഭയ്ക്ക് പുളകമാണ്, ഉത്സാഹമാണ്. അർത്ഥം സ്തോത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്നവൻ ശിശുവായി വന്നു. എന്നാൽ ഇനി അവൻ രാജാവായി വരുവാൻ പോകുന്നു. അന്നവൻ ക്രൂശിൽ കിടക്കുവാൻ വന്നു. ഇനി തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കുവാൻ വരുന്നു. അന്ന് വന്നപ്പോൾ പീലാത്തോസ് അവനെ വിസ്തരിച്ചു. യൂദ അവനെ കാണിച്ചു കൊടുത്തു. പത്രോസ് അവനെ അതേ സ്തോത്രം തള്ളി പറഞ്ഞ് വേദപുസ്തകം പറയുന്നു ഹെരോദാവ് അവനെ കളിയാക്കി. എന്നാൽ ഇനി അവൻ വരുന്നത് ഏതോ തച്ചനായിട്ടല്ല. ഇനി അവൻ രാജാവായി, കർത്താവായി, യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കാം. ഇന്ന് രാത്രി നീ ആര് കേട്ടാലും, ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ, ഓർത്തോളണം, സകലം നാമത്തിനും മേലായ നസ്രേന യേശു കർത്താവ് യെരൂശലേം പട്ടണം വേൾഡ്
ക്യാപിറ്റലാക്കി, ലോക അതേ തലസ്ഥാനമാക്കി 1000 ആണ്ട് ഈ ലോകത്തെ ഭരിക്കുവാൻ വേണ്ടി പോകുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻ വന്നപ്പോൾ കഴുതക്കുട്ടിയുടെ പുറത്ത് അവൻ യാത്ര ചെയ്തു. എന്നാൽ ഇനി അവൻ കടന്നു വരുമ്പോൾ കിദ്രോൻ താഴ്വരയിൽ കിൻഡൽ കണക്കിന്, ദശലക്ഷ കിൻഡൽ കണക്കിന് മണ്ണ് നിറയുമ്പോൾ ഗദശമനയ്ക്ക് കീഴിൽ സ്തോത്രം ഗദശമന മറയുന്നതായ ആ ഹൈവേയിലൂടെ കിഴക്കേ വാതിലേക്ക് വെളുത്ത കുതിരപ്പുറത്ത് അവൻ യാത്ര ചെയ്ത് പോകുവാൻ വേണ്ടി പോകുന്ന ഒറ്റക്കല്ല, ലക്ഷം ദൈവത്തിന്റെ ദൂതന്മാരുമായി, കോടിക്കണക്കിന് വിശുദ്ധന്മാരുമായി സ്തോത്രം അവൻ യെരൂശലേം പട്ടണത്തിൽ പ്രവേശിപ്പാൻ വേണ്ടി പോകുന്ന വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാത്തവരെ നീ ടി വിയിലൂടെ കാണും. പക്ഷേ സ്തോത്രം ഞങ്ങൾ അവന്റെ പിന്നിൽ കാണുക. അവൻ മുൻപിൽ പോകും. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നവൻ, താമ്രഭിത്തികളെ ഉടയ്ക്കുന്നവൻ, ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവൻ, പാമ്പ് വളഞ്ഞും നടക്കുമ്പോൾ യഹൂദാ ഗോത്രത്തിലെ സിംഹം, ഒന്നിനും വഴിമാറാത്തവൻ, മരണത്തിന് പോലും വഴിമാറാത്തവൻ, യെരൂശലേമിൽ രാജാതി രാജാവായി അവൻ ഇതാ പ്രവേശിപ്പാൻ വേണ്ടി പോകുന്ന. Church, get ready, our king is on the way. അവൻ വേഗം കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. കാഹളം ധ്വനിക്കുവാൻ വേണ്ടി പോകുന്നു. എന്താ കാഹളത്തിന്റെ പ്രത്യേകത? രാജാക്കന്മാർ വാഴിക്കുമ്പോൾ കാഹളം പഴയ നിയമത്ത് ഉദിച്ചിരുന്നു. ആരാധനയുടെ ഭാഗമായിരുന്നു കാഹളത്തിന്റെ ശബ്ദം. ബഥേൽ അസംബ്ലീസ് കൂടെ പ്രാർത്ഥിക്കണം. ഈ അന്ത്യകാലത്ത് വീണുപോയ ദാവീദിന്റെ കൂടാരങ്ങളെ ദൈവം പണിവാൻ വേണ്ടി പോകുന്നു. ഒരു വർഷിപ്പ് ലെവലിന്റെ അറ്റ്മോസ്ഫിയർ സ്തോത്രം ദൈവം നിങ്ങളിൽ ഇൻക്രീസ് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. വേദപുസ്തകത്തിലെ ഏതൊക്കെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ എല്ലാറ്റിനെയും പ്രാർത്ഥിച്ചോ, എല്ലാം കൂടെ ഒരുമിച്ച് നിരത്തി ഇരുത്തി സ്തോത്രം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി മുഴുവൻ ലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടി ആരാധിപ്പാൻ ബഥേൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. ആമേൻ. കാരണം ദൈവം നിന്നെ സൃഷ്ടിച്ചത് ഏതോ IT പാർക്കിൽ ജോലിക്ക് പോകാനല്ല. ദൈവം നിന്നെ സൃഷ്ടിച്ചത് PR കാർഡിനോ, കാനഡ PR കാർഡിനോ, അമേരിക്കൻ ഗ്രീൻ കാർഡിനോ അല്ല. ദൈവം നിന്നെ സൃഷ്ടിച്ചത് ആരാധിപ്പാനാണ്. ഹല്ലേലൂയ. ദാവീദ് ആരാധിക്കുന്നവനായിരുന്നു. ആരാധിച്ചവന്റെ സ്തോത്രം കൂടാരത്തിനും കാറ്റ് വന്ന്, പക്ഷേ ആ വീണുപോയതായ കൂടാരം ചിതല് പിടിപ്പാൻ ദൈവം സമ്മതിച്ചില്ല. കർത്താവ് പറഞ്ഞു, I will restore the tabernacle of David. ഞാൻ ദാവീദിന്റെ വീണു പോയ കൂടാരങ്ങളെ പണിയാ. ഇന്ന് പകൽക്കാലം കാറ്റടിച്ച്, ഇന്ന് രാത്രിയിലും കാറ്റടിച്ച് ഉലയുന്ന അല്ലെങ്കിൽ ഉലഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, സാത്താനെ നീ കള്ളനാണ്. ശത്രുക്കളുടെ മുൻപിൽ ശവപ്പെട്ടിയല്ല എന്റെ ദൈവം വെക്കുന്നത്. ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്നവനായ ദൈവം പറയുന്നു, I will restore you. ഞാൻ വീണ്ടും നിന്നെ നിവർത്തുവാൻ പോകുന്നു. 4 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ആരാധിപ്പാനായി വിളിച്ചു. പറഞ്ഞാട്ടെ, ആരാധിപ്പാനായി വിളിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വേദപുസ്തകം പറയുന്നു ആരാധനയുടെ ഭാഗമാണ് കാഹളനാദം. അതുപോലെ സ്തോത്രം ഇസ്രായേൽ സഭ ഒരുമിച്ച് കൂടുവാൻ കാഹളമൂതി. വീണ്ടും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുവാൻ മാത്രമല്ല, 2 പ്രാവശ്യം കാഹളമൂതുമ്പോൾ not only while they are assembling but they will depart from one place to another. സ്തോത്രം അവർ ഒരുമിച്ച് കൂടി വരിക മാത്രമല്ല ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ പുറപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നു, അവർ ഒരുമിച്ച് കൂടുവാൻ കാഹളനാദം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ കാഹളനാദം. സ്തോത്രം, ഒരുമിച്ച് കൂടുവാൻ കാഹളനാദം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ അതേ കാഹളനാദം. എന്നാൽ പഴയ നിയമത്തെ കാഹളത്തെക്കാൾ ഒത്തിരി നല്ലതാണ് പുതിയ നിയമത്തിലെ കാഹളം. എത്ര പേർ ആമേൻ പറയും? പഴയ നിയമത്തെ കാഹളത്തെക്കാൾ ഒത്തിരി നല്ലതാണ് പുതിയ നിയമത്തിലെ കാഹളം. കാരണം പഴയ നിയമത്തിന്റെ മഹത്വത്തെക്കാൾ വലിയ മഹത്വമാണ് പുതിയ നിയമത്തിലെ മഹത്വം. കമ്പയർ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ 2 സെക്കൻഡ് കൊണ്ട്. വേദപുസ്തകം പറയുന്നു പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ സ്തോത്രം അത് വെള്ളത്തെ വിഭാഗിച്ച് നടന്നു. ഓൾ നൈറ്റ് പ്രയർ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ മോശയും കൂട്ടരും നിലവിളിച്ച്, മോശ വടി നീട്ടി ചെങ്കടലെ എന്ന് രാത്രി മുഴുവൻ പറഞ്ഞ് സ്തോത്രം വെള്ളത്തെ വിഭാഗിച്ച് അവർ നടന്നു. പഴയ നിയമ വിശുദ്ധൻ വെള്ളത്തെ വിഭാഗിച്ച് നടന്നു. എന്നാൽ പുതിയ നിയമ വിശുദ്ധൻ ആടിയെന്ന് ഓർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും തെല്ലും ഭയപ്പെട്ടില്ല. വിളിച്ച കർത്താവിന്റെ കണ്ണിൽ നോക്കി പത്രോസ് വെള്ളത്തിന് മുകളിലൂടെ നടന്നു. യോശുവയും കൂട്ടരും ഒരാഴ്ച യെരിഹോവിന് ചുറ്റും കറങ്ങി നടന്ന്. എന്നാൽ പൗലോസ് ശീലാസും പറയും അതത്ര വലിയ കാര്യമല്ല, അമ്മാര് ഒരാഴ്ച കൊണ്ടാണ് ഇടിച്ചിട്ടത്, ഞങ്ങൾക്കൊരു പാട്ടിന്റെ 2 സ്റ്റാൻസ മതിയായിരുന്നു. സ്തോത്രം, അർദ്ധരാത്രിയിലെ ഗീതം. ഈ പകൽക്കാലം നിന്റെ നല്ല കാലം, നിന്റെ നല്ല സമയത്ത് പാടുന്നതിനേക്കാൾ ഒത്തിരി പവർഫുൾ സോങ് നിന്റെ കഷ്ടകാലത്ത് അർദ്ധരാത്രിയിലെ ഗീതത്തിലാണ് സ്തോത്രം ഏറ്റവും മഹത്വം വെളിപ്പെടുന്നത്. ജീവിതത്തിന്റെ അർദ്ധരാത്രിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ come on, welcome to the club.
We are going to shake the foundation of the devil in Jesus name. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിച്ച്, നേരെ കരങ്ങളടിച്ച്, നേരെ കരങ്ങളടിച്ച്. ഓ ഈ അർദ്ധരാത്രി തിന്മയ്ക്കല്ലെന്ന്, ഈ അർദ്ധരാത്രി പലതിന്റെയും അടിസ്ഥാനങ്ങളെ തകർത്ത് കളയുന്നെന്ന് പൗലോസും ശീലാസും പറയുന്നത്. ഞങ്ങൾ ഫോർ റണ്ണറാണ്, ഞങ്ങൾ മുൻപിൽ പോകുകയാണ്, ഞങ്ങൾക്ക് പിന്നാലെ തീത്തോസ് വരുന്നുണ്ട്, തീമോത്തോസ് വരുന്നുണ്ട്. ഞങ്ങൾ കിടന്ന ജയിലിൽ അവർ കിടക്കുവാൻ പാടില്ല. ഇന്ന് രാത്രി മാതാപിതാക്കൾ ഏറ്റെടുക്കട്ടെ. നീ കണ്ട തീയ്, നീ കണ്ട പ്രതിസന്ധി, നീ കണ്ട കോടതി, നീ കണ്ട പ്രയാസം, നീ കണ്ട വെല്ലുവിളി, നിന്റെ രോഗം നിന്റെ തലമുറകളെ തൊടുകയില്ല. പൊളിച്ചു കളാതിനെ. ആ ജയിലിനെ പൊളിച്ചുകളാ, ആ ജയിലിനെ പൊളിച്ചുകളാ, ആ ജയിലിനെ പൊളിച്ചുകളാ, പൊളിച്ചുകളാ, പൊളിച്ചുകളാ. അതിന് വേണ്ട. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില്. ഓ സ്തോത്രം. പഴയ നിയമവിശുദ്ധന്മാർ ഒരാഴ്ച കറങ്ങി നടന്നപ്പോഴാണ് എരിഹോവിന്റെ മതിൽ വീണത്. പുതിയ നിയമവിശുദ്ധന്മാർ ഒരു പാട്ടിന്റെ 2 സ്റ്റാൻസ് പാടിയപ്പോൾ സ്തോത്രം, പിറ്റേ ദിവസം ജനമുണർന്നു നോക്കുമ്പോൾ ജയിലില്ല, പകരം പൊളിയാത്ത സഭയുണ്ട്. ഓ ജയിലറാണ് സഭയുടെ സെക്രട്ടറി. നിന്റെ പുസ്തകത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പൊളിയാതെ ഒന്നേ ഒന്ന് മാത്രം ഈ ബാംഗ്ലൂർ നിൽക്കും. അതിന്റെ പേര് ലയൺസ് ക്ലബ് അല്ല, ദൈവത്തിന്റെ സഭയത്രേ. കാരണം യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളതിനെ, പാതാള ഗോപുരങ്ങളതിനെ, പാതാള ഗോപുരങ്ങളതിനെ. നീ പൊളിയാതിരിക്കണമെങ്കിൽ ക്ലബിലല്ല ഇരിക്കേണ്ടത്, സഭയിലത്ര ഇരിക്കേണ്ടത്. സഭ പൊളിയുകയില്ല, സഭ പൊളിയുകയില്ല. ആര് ഭരിച്ചു, ആര് ജയിച്ചു, ഐ വോണ്ട് കെയർ. സ്തോത്രം. റിമോട്ട് കൺട്രോൾ ഡൽഹിയിലല്ല, കൽക്കട്ട. സ്തോത്രം. കൽക്കട്ടയിലോ ബോംബെയിലോ അതേ ബാംഗ്ലൂര് നിയമസഭയിലോ അല്ല. റിമോട്ട് കൺട്രോൾ അവന്റെ ആണിപ്പഴുതുള്ള കയ്യിലത്രേ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെയും നിന്നെയും ബാധിക്കയില്ല. കാരണം ഡൽഹിയിൽ ഉന്നതന്മാർ കാണും, എന്നാൽ അത്യുന്നതൻ സ്വർഗത്തിലുണ്ട്. ഉന്നതന്മാർക്ക് മീതെ അത്യുന്നതൻ നിനക്കായി സ്വർഗത്തിൽ ജാഗരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകം പറയുന്നു, പഴയ നിയമത്തിലെ മഹത്വം കൂടാരത്തിലായിരുന്നു, പർവ്വതത്തിലായിരുന്നു, ദൈവത്തിന്റെ ആലയത്തിലായിരുന്നു. ആലയത്തിൽ മഹത്വം, കൂടാരത്തിൽ മഹത്വം, പർവ്വതത്തിൽ മഹത്വം, മുൾപ്പടർപ്പിൽ മഹത്വം. എന്നാൽ പുതിയ നിയമത്തിൽ മഹത്വം പുറത്തല്ല, പുതിയ നിയമത്തിൽ മഹത്വം നിന്റെ അകത്തത്രേ. കൊലോസ്യർ 1:27 Christ the hope of glory is in you. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിലത്രേ. നിന്റെ അകത്ത് കൂടോത്രമല്ല, കൈവശമല്ല. ഇന്ന് രാത്രി അതെല്ലാം പൊട്ടി പുറത്തു വരട്ടെ. നീ ഛർദിക്കുന്നോ, നീ തുപ്പുന്നോ എനിക്കറിയത്തില്ല, നീ ചുമക്കുന്നോ തുമ്മുന്നോ അതെനിക്കറിയണ്ട. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അകത്തുള്ള കെട്ടുകൾ, പുറത്തല്ല, അകത്തുള്ള കെട്ടുകളും ബ്രേക്ക്, ബ്രേക്ക്, ബ്രേക്ക് in Jesus name. Jesus, Jesus. ഈ രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിടുതലുകൾ വ്യാപരിക്കുകയാണ്. ഈ രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരമാലകൾ പൊങ്ങുന്നത് പോലെ ഈ ഉദരത്തിന്റെ ഭാഗത്ത് ചിലതെല്ലാം തള്ളുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഗർഭത്തെ കെട്ടിയ കെട്ടുകൾ, സന്താനത്തിനെതിരെ കെട്ടിയ കെട്ടുകൾ, ബിസിനസിനെതിരെ കെട്ടിയ കെട്ടുകൾ ബ്രേക്ക്, പൊട്ടിമാറ്. മഹത്വത്തിന്റെ മുൻപിൽ ഇരുട്ട് നിൽക്കത്തില്ല. അടുത്തിരിക്കുന്നിടത്തോട്ട് പറഞ്ഞോട്ടെ, മഹത്വം നിങ്ങളുടെ ഉള്ളിൽ, മഹത്വം നിങ്ങളുടെ ഉള്ളിൽ. പഴയ നിയമത്തിൽ വല്ലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നും പോയി നിന്നു. പഴയ നിയമത്തിൽ വല്ലപ്പോഴും ദൈവാത്മാവ് വരുമായിരുന്നു, വല്ലപ്പോഴും അതേ വന്നിറങ്ങുമായിരുന്നു. വല്ലപ്പോഴും വന്നും പോയും വന്നും പോയും വന്നും പോയും ദൈവാത്മാവ് നിന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വല്ലപ്പോഴും അല്ല ഇറങ്ങുന്നത്. പ്രാസംഗൻ വരുന്ന സൂട്ട്കേസിലല്ല ദൈവാത്മാവ് വരുന്നത്. ദൈവദാസന്മാരിലൂടെ അല്ല ദൈവാത്മാവ് വരുന്നത്. 24 മണിക്കൂറും 365 ദിവസവും ലോകത്തിൽ ആരെല്ലാം മാറിയാലും, ആരെല്ലാം ബൈ ബൈ പറഞ്ഞാലും വിട്ടുമാറാതെ നിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവ് എന്നും നിന്നോട് കൂടെ ഇരിക്കുന്നു.
പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പ്രാർത്ഥനയെ ദേശാധിപതി 21 ദിവസം സ്തോത്രം അതെ തടഞ്ഞു നിർത്തി. എന്നാൽ ഇന്ന് രാത്രി ദൈവകൃപയാൽ കേൾക്കണമേ, നീയും ഞാനും ദാനിയേലിൽ വലിയവൻ. കാരണം ദാനിയേൽ മാതൃഭാഷയിൽ പ്രാർത്ഥിച്ചെങ്കിൽ നീയും ഞാനും പ്രാർത്ഥിക്കുന്നത് ആത്മാവിന്റെ ഭാഷയിലത്രേ, സ്വർഗീയ ഭാഷയിലത്രേ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന്റെ സ്തോത്രം അതെ പ്രാർത്ഥനയെ തൊടുന്ന ഭൂതത്തിന്റെ കൈ പൊള്ളും. കാരണം എന്റെ ദൈവം ദഹിപ്പിക്കുന്ന തീയത്രേ. ദാനിയേലിനില്ലാത്ത അധികാരം ഓ യഹൂദ ഗോത്രത്തിലെ സിംഹം നിനക്ക് തന്നിരിക്കുന്നു. പാമ്പുകളെയും തേളകളെയും ശത്രുവിന്റെ സകല ബലത്തെ ഒരിക്കൽ കൂടെ പാമ്പുകളെയും തേളകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുന്നു. പഴയ നിയമത്തെക്കാൾ എത്രയോ വലിയവരാണ് പുതിയ നിയമവിശ്വാസികൾ. പഴയ നിയമത്തിൽ അവർ ദാസന്മാരായിരുന്നു. പഴയ നിയമത്തിൽ അപൂർവം ചില സ്നേഹിതരായിരുന്നു. പഴയ നിയമത്തിൽ എല്ലാവരും ദാസന്മാരും അപൂർവം ചിലരെ സ്നേഹിതരായിരുന്നുവെങ്കിൽ യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ടവരിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം തന്നിരിക്കുന്നു. ദാസൻ അകന്ന് നിൽക്കും, സ്നേഹിതർ അല്പോട് അടുത്ത് നിൽക്കും, എന്നാൽ മക്കൾ അപ്പന്റെ മാർവോട് ചേർന്നിരിക്കും. അതുകൊണ്ട് കേൾക്കണമേ, പഴയ നിയമത്തിന്റെ കാഹളത്തെക്കാൾ നല്ലതാണ് പുതിയ നിയമത്തിലെ കാഹളം. പഴയ നിയമത്തിലെ കാഹളം മെയ്ഡ് ഇൻ എർത്ത്, പുതിയ നിയമത്തിലെ കാഹളം മെയ്ഡ് ഇൻ ഹെവൻ. സ്തോത്രം. പഴയ നിയമത്തിലെ കാഹളം ഭൂമിയിൽ നിർമ്മിച്ച് പുതിയ നിയമത്തിലെ കാഹളം സ്വർഗത്തിൽ നിർമ്മിക്കുന്ന സ്തോത്രം. പുതിയ നിയമത്തിലെ കാഹളം സ്വർഗത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. പഴയ നിയമത്തിലെ കാഹളം മനുഷ്യരാകുന്ന പുരോഹിതർ ചുമന്നു, പുതിയ നിയമത്തിലെ കാഹളം ദൂതന്മാർ ചുമക്കുന്നു. പഴയ നിയമത്തിലെ കാഹളം ഭൂമിയിലൂതി, പുതിയ നിയമത്തിലെ കാഹളം മധ്യാകാശത്തിൽ ഊതുന്നു. ഈ ദിവസങ്ങളിൽ നമ്മത് കേൾക്കുവാൻ പോകുന്നു. കേട്ടവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ബ്രദർ അല്ലെങ്കിൽ അങ്കിൾ, ഈ കാഹളം ഊതുമ്പോൾ എന്ത് സംഭവിക്കും? 1 കൊരിന്ത്യർ 15:52 കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും. ഒറ്റ വാക്ക് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. കാഹള ധ്വനിയെങ്കിൽ ഉൾപ്രാവണം ഉണ്ടാകും. കാഹള ധ്വനിയെങ്കിൽ ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് ഉൾപ്രാവണം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നമ്മൾ ഈ ദേശത്ത് നിന്ന് പോകാൻ പോകുകയാണ്. സ്തോത്രം. കാഹള ധ്വനിയെങ്കിലാണ് അത് സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഉൾപ്രാവണം എന്ന പദം വേദപുസ്തകത്തിൽ ഇല്ല എന്ന് വിചാരിച്ച് ഉൾപ്രാവണം ഇല്ല എന്ന് പറയരുത്. തൃത്വം എന്ന പദം ബൈബിളിൽ ഇല്ലെങ്കിലും തൃത്വം ഉണ്ടല്ലോ. നമ്മൾ സ്നാനപ്പെട്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. അമേരിക്കൻ ഡോളറിന്റെ കെട്ടുകെട്ട് അതേ ഡോളർ കെട്ടുകണക്കിന് വന്നാലും ഇനി വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ മുങ്ങേണ്ട കാര്യമില്ല. ഓൾറെഡി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞു. കേട്ടവർ മനസ്സിലായ ആമേൻ പറഞ്ഞേ. അതെ, തൃത്വം എന്ന പദം വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും തൃത്വത്തിലാണ് ദൈവസഭ വിശ്വസിക്കുന്നത്, സ്നാനപ്പെടുത്തുന്നത് എന്നതുപോലെ വേദപുസ്തകത്തിൽ റാപ്ചർ എന്ന പദം ഇല്ല എങ്കിലും സഹോദരങ്ങളെ, റാപ്ചർ വേദപുസ്തകത്തിൽ പലയിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ രാത്രി വളരെ പെട്ടെന്ന് സ്തോത്രം അതെ 7 ഉൾപ്രാവണങ്ങളെ കുറിച്ച് വേഗത്തിൽ അതെ പറഞ്ഞു പോകട്ടെ. പലതും സംഭവിച്ചു കഴിഞ്ഞു, ചിലത് കൂടെ സംഭവിക്കാനുണ്ട്. ഇതെല്ലാവരെയും ബാധിക്കുന്ന കാര്യം അത്രേ. ചിലർക്ക് മാത്രമല്ല ഉൾപ്രാവണമുള്ളത്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട തോന്നിയതുപോലെയല്ല, വിശുദ്ധിയിലും വേർപാടിനും കൃപകൾ ജീവിക്കുന്ന എല്ലാ ദൈവദാസനും എല്ലാ ദൈവമക്കൾക്കും ഉള്ളതാണ് ഉൾപ്രാവണം. ഒന്നാമത്തെ ഉൾപ്രാവണം എവിടെയാ വെളിപ്പെട്ടത്? വേദപുസ്തകം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാ ഒരു മനുഷ്യൻ ദൈവത്തോട് കൂടെ നടക്കുന്നു. ഒരു മനുഷ്യൻ ദൈവത്തോട് കൂടെ നടക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സഭയെ, the actual Christian life is walking with God and talking with God. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ നടക്കുന്നതാണ്. വേദപുസ്തകം പറയുന്നു, ആത്മാവിൽ നടന്നാട്ടെ, അങ്ങനെയെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തിയെ സ്തോത്രം നിങ്ങൾ നിവർത്തിക്കയില്ല. ആത്മാവിൽ നടക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. മീശ എടുത്തവരോ മീശ വച്ചവരോ സ്തോത്രം ആവരണം മാറ്റിയവരോ അകത്ത് കുതികാലം കുന്നായ്മയും കുശുമ്പും എടുത്ത് അകത്തിട്ടവരോ അല്ല ദൈവത്തിന്റെ മക്കൾ. പകരം സ്തോത്രം ആത്മാവിൽ നടക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അടുത്തിരിക്കുന്നത് നോക്കി പറഞ്ഞാട്ടെ, ആത്മാവിൽ നടന്നാട്ടെ. പെട്ടെന്ന് പറഞ്ഞേ, ആത്മാവിൽ നടന്നാട്ടെ. ഉൽപ്പത്തി 5:21 മുതൽ 24 വരെ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം എടുത്തത് കൊണ്ട് കാണാതെയായി. അതാണ് ഒന്നാമത്തെ ഉൾപ്രാവണം, ഹാനോക്കിന്റെ ഉൾപ്രാവണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടിയാലല്ലേ ഒരുമിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. സുനിൽ പാസ്റ്റർ ഞാനും തമ്മിൽ കണ്ടുമുട്ടിയാൽ മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് കൂടെയും അദ്ദേഹത്തിന് എന്നോട് കൂടെയും നടക്കുവാൻ കഴിയത്തുള്ളൂ. ആമോസ് 3:2 പറയുന്നു, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ
ഇല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയത്തില്ലല്ലോ. സോ ദൈവത്തെ ഹാനോക്ക് കണ്ടുമുട്ടി. എവിടെ വെച്ചാണ്? ജീവിതത്തിന്റെ ഏത് ജംഗ്ഷനിൽ വെച്ചാണ് നീ ദൈവത്തെ കണ്ടുമുട്ടിയത്? മിക്കവാറും പേർ ജീവിതത്തിന്റെ നല്ല കാലത്തല്ല ദൈവത്തെ കണ്ടുമുട്ടുന്നത്. മെതുശലേക്ക് എന്ന് പറയുന്ന ഒരുവന്റെ ജനനത്തിങ്കൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ കണ്ടുമുട്ടുകയുണ്ടായി. മെതുശലേക്ക് എന്ന് പറഞ്ഞാൽ ജഡത്തിന് ശൂലം എന്നതിന് തത്തുല്യമായ ഒരു അർത്ഥമാണ് ഒരു ഡിക്ഷണറിയിൽ ഞാൻ കണ്ടത്. ഒരു കുത്തി വേദനിപ്പിക്കുന്ന ഒരു വേദന, കുത്തി വേദനിപ്പിക്കുന്ന ഒരു വേദന, ഒരു വേദന തന്റെ ജീവിതത്തിൽ ജനിച്ചപ്പോൾ ആ വേദന തനിക്ക് ദൈവത്തോട് അടുക്കുന്ന ഒരു വാഹനമായി തീർന്നു. വാഹനങ്ങളിൽ വന്നവരെ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ചിലർ ഓട്ടോയിൽ വന്ന് കാണാം, ചിലർ അതെ ബസ്സിൽ വന്ന് കാണും, ചിലർ കാറിൽ വന്ന് കാണും. എന്നെയും സ്തോത്രം പാസ്റ്റർ തന്റെ നല്ല ബ്യൂട്ടിഫുൾ കംഫർട്ടബിൾ കാറിലാണ് കൊണ്ടുവന്നത്. ഒരു വാഹനം വേണ്ടിയിരുന്നു എനിക്കിവിടെ എത്തുവാൻ എന്നതുപോലെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നേരത്തെ കടന്നു വരുന്ന ക്രൈസിസുകൾ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്നതല്ല, ദൈവത്തോട് നിന്നെ അടുപ്പിക്കുന്ന പാലങ്ങളാണ്. ആ കഷ്ടത വന്നത് എനിക്ക് ഉപകാരമായി, കാരണം അങ്ങയുടെ വഴിയിൽ നടക്കുവാൻ തക്കോണം എനിക്ക് കഴിഞ്ഞല്ലോ എന്ന സങ്കീർത്തനം നന്ദിയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ പാടുന്നത് പോലെ, ഓ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് എന്നും ഇന്ന് രാത്രിയിലും ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ല, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങ് ഉൽപ്പത്തിയുടെ 5-ാം അധ്യായത്തിൽ ഒരറ്റത്തെ ജീവിച്ചിരുന്നവൻ ദൈവത്തോട് കൂടെ നടക്കുകയുണ്ടായി. ദൈവത്തോട് കൂടെ നടന്നാൽ എന്ത് സംഭവിക്കും സഹോദരങ്ങളെ? ദൈവത്തോട് കൂടെ നല്ല എന്തോ കിട്ടും എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ നല്ല എന്ത് നടക്കും? ഈ മുന്നിലിരിക്കുന്ന കുട്ടികളെ നോക്ക്. തീ ഇറങ്ങിയാലും അവര് സംസാരിക്കും, മരിച്ചവർ എഴുന്നേറ്റാലും അവര് സംസാരിക്കും. ഇത് മഹത്തായ 4-ാം സെക്ഷനാണ്. സ്തോത്രം, അവർ സംസാരിക്കും. എക്സാക്ട്ലി ഇത് തന്നെയാണ്. നോക്ക്, സ്തോത്രം, ഞാൻ പറഞ്ഞത് അവരറിഞ്ഞില്ല, അവരിപ്പോഴും സംസാരിക്കുകയാണ്. സ്തോത്രം, അതുകൊണ്ട് ഇതുപോലെ തന്നെ ദൈവം സംസാരിക്കുന്നവനാണ്. എന്റെ ദൈവം സ്തോത്രം ഫെവിക്കോൾ കൊണ്ട് ലിപ്സ്റ്റിക് എഴുതി മിണ്ടായിരിക്കുന്ന മിണ്ടാപ്രാണിയല്ല. എന്റെ ദൈവം സംസാരിക്കുന്നവനാണ്. എത്ര പേർ പറയുന്നു ദൈവം സംസാരിക്കുന്നവനാണ്? ദൈവം സംസാരിച്ചിട്ടുള്ളവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. കമാ, ഓ വണ്ടർഫുൾ. ദൈവം സംസാരിക്കുന്നവനാണ്. അതുകൊണ്ട് ഹാനോക്ക് 300 സംവത്സരം, ഞായറാഴ്ച മാത്രമല്ല, സ്പെഷ്യൽ യോഗത്തിനല്ല, 21 ഉപവാസ പ്രാർത്ഥനയല്ല, 300 സംവത്സരം, 300 സംവത്സരം, 3 നൂറ്റാണ്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ദൈവം അവനോട് സംസാരിപ്പാൻ തുടങ്ങി. വേദപുസ്തകം പറയുന്നു ദൈവം എന്താ സംസാരിച്ചത്? ദൈവം ബൈബിൾ മുഴുവൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. നീ ജീവിച്ചത് ഉൽപ്പത്തിയിലാണ്, പക്ഷെ വെളിപ്പാട് പുസ്തകത്തിലെ 1000 വിശുദ്ധന്മാരോട് കൂടെ ദൈവം ന്യായം വിധിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നല്ലോ എന്ന് അങ്ങ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാര്യം വരെ എൻ്റെ അപ്പച്ചൻ സംസാരിച്ച്. കർത്താപ്പച്ചന്റെ പരിപാടി അതാണ്. അവനങ്ങ് സ്നേഹിച്ചാൽ ഹൃദയം അങ്ങ് തുറക്കും. തുറച്ചു നോക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തിന് സ്നേഹം ഉണ്ടെന്നല്ല പറഞ്ഞത്, ദൈവം സ്നേഹം തന്നെ. അതുകൊണ്ട് ദൈവത്തോട് കൂടെ അവൻ നടന്നപ്പോൾ ഒരറ്റത്താണ് നീ പാർത്തത്, ഒരറ്റത്താണ് നീ ജനിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരറ്റത്ത് ആയിരുന്ന ഹാനോക്കെ ഒരറ്റത്ത് ജീവിച്ചവനെ അങ്ങേ അറ്റം വരെ അവൻ കേട്ടിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ എടുത്തുകൊള്ളപ്പെട്ടത്. ഇന്ന് രാത്രി നിനക്കുള്ള ദൂതി ഞാൻ പറയട്ടെ. ആരോ പറയുന്ന അയ്യോ സ്തോത്രം മലയാളം മീഡിയത്തിലാ പഠിച്ചത്, അല്ലെങ്കിൽ കന്നഡ മീഡിയത്തിലാ പഠിച്ചത്, എൻ്റെ ജാതി ചെറുതായി പോയി, ഞാൻ ഒരറ്റം പറ്റിയിരിക്കുന്നു, ഞാൻ അങ്ങേ അറ്റമായിരിക്കുന്നു, ഞാൻ അങ്ങേ അറ്റത്ത് ഒതുക്കപ്പെട്ടിരിക്കുന്നു. ഡസന്റ് മാറ്റർ. ദൈവത്തോട് കൂടെ നടന്നാൽ മതി. ഒരറ്റത്ത് അങ്ങേ അറ്റത്താണെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കുന്നവൻ ഇങ്ങേ അറ്റം കണ്ടിട്ട് മാത്രമേ ഈ ലോകത്ത് നിനക്ക് പോകുവാൻ കഴിയത്തില്ല. ആർക്കും നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ലെന്ന്, ഒരിക്കൽ കൂടെ, ആർക്കും നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ലെന്ന്, ഒന്നിനും നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ലെന്ന്. കാരണം നമ്മുടെ നാഥൻ, നമ്മുടെ ബോസ്, അവൻ കല്ലറയിൽ പോലും ഒതുങ്ങിയില്ലെന്ന്. യേശുവിന്റെ നാമത്തില് അടുത്തിരിക്കുന്നവർ നോക്കി പറ, അത് ശരിയാണ്, അത് ശരിയാണ്. ആർക്കും നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. അവൻ സംഘടനകൾക്ക് അതീതനാണ്, അവൻ ഭാഷകൾക്ക് അതീതനാണ്, വർഗത്തിനും വർണ്ണത്തിനും അതേ ദൈവം അതീതനാണ്. ഇന്ന് രാത്രി അഭിഷേകമുള്ളവർ ആത്മമണ്ഡലത്തിൽ കണ്ട ദൂത് ഏറ്റെടുത്താട്ടെ. നീ നദികളെ ക്രോസ് ചെയ്യുകയാണ്, പർവ്വതങ്ങളെ ക്രോസ് ചെയ്യുകയാണ്, ലാംഗ്വേജുകളെ ക്രോസ് ചെയ്യുകയാണ്, ദേശങ്ങളെ നീ ക്രോസ് ചെയ്യുകയാണ്, നിന്റെ അതിരുകളെ വിശാലമാക്കുകയാണ്. ഓ വാതിലുകളെ നീ തകർത്ത് മുന്നേറുകയാണ്. അഭിഷിക്തന്റെ മുൻപിൽ അടഞ്ഞു കിടക്കുവാൻ ഒരു വാതിലും കഴിയത്തില്ല. Because Jesus is your open door.
ഹാനോക്ക് ഒരറ്റത്ത് സ്തോത്രം അതെ പാർത്തവനാണ്, പക്ഷെ അവൻ ആത്മാവിൽ നടന്നു, ദൈവത്തോട് കൂടെ നടന്നു. ആത്മാവിൽ നടന്നത് കൊണ്ട് ദൈവം അവനെ എടുത്തുകൊണ്ട്. ഓ ദ റാപ്ചർ ഓഫ് ദ ചർച്ച്, കാഹളോത്സവം ആർക്കാണ് ഉൽപ്രാപണം ഉണ്ടാകുന്നത്? തോന്നിയതുപോലെ നടക്കുന്നവനല്ല, ആത്മാവിൽ നടക്കുന്നവൻ ഉൽപ്രാപണം ചെയ്യുന്ന. ഹല്ലേലൂയ. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം, those who walk not according to the flesh but according to the spirit, അവർക്കാണ് ഒരു ശിക്ഷാവിധി ഇല്ലാത്തത്. അതേ ജഡപ്രകാരമല്ല ആത്മാവിൽ നടക്കുന്നവർക്ക്, നിങ്ങൾ മിണ്ടുന്നില്ല, ഒരിക്കൽ കൂടെ, ജഡപ്രകാരമല്ല ആത്മാവിൽ നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ന്യായവിധിയുടെ തീയിൽ നിന്ന്, കത്തുന്ന നരകത്തിൽ നിന്ന് അതേ തന്നെ ചാടിക്കടക്കുന്നത്, തോന്നിയതുപോലെ നടന്ന് തോന്നിയതെല്ലാം ചിന്തിച്ച് തോന്നിയത് പറയുമ്പോൾ അല്ല, ആത്മാവിൽ നടക്കുന്നവന് ഉൽപ്രാപണമുണ്ട്. 3 പേരെ തൊട്ട് വേഗത്തിൽ പറ, ആത്മാവിൽ നടന്നാട്ടെ. വെബ് സ്ട്രീം കാണുന്നവര് കുടുംബമായിട്ട് നിങ്ങൾ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൈ പിടിച്ചു പറഞ്ഞാട്ടെ. സ്തോത്രം. അതെ, കൈ വച്ച് പറയാനല്ല ഞാൻ പറഞ്ഞത്, കൈ പിടിച്ചു പറഞ്ഞാട്ടെ. സ്തോത്രം. അതെ, ആത്മാവിൽ നടന്നാട്ടെ, ആത്മാവിൽ നടന്നാട്ടെ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ആത്മാവിൽ നടന്നാട്ടെ. 1-ാമത്തെ റാപ്ചർ. 2-ാമത്തെ ഉൽപ്രാപണം വേദപുസ്തകം പറയുന്നു. അതെ, സ്തോത്രം. 2-ാമത്തെ ഉൽപ്രാപണം 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 12 വരെ 2 തലമുറ ഒരുമിച്ച് നടക്കുകയാണ്. 2 തലമുറ ഒരുമിച്ച് നടക്കുന്നു. ഗ്ലോറി. ഒന്ന് ഏലിയാവ്, മറ്റത് എലീശ. 2 തലമുറ ഒരുമിച്ച് നടക്കുന്നുവെങ്കിൽ അവിടെ ഒരു തുറന്ന സ്വർഗമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറഞ്ഞതാണ്, മോശയും യോശുവയും ആണെങ്കിലും, ഏലിയാവും എലീശയും ആണെങ്കിലും, യോഹന്നാൻ സ്നാപകനും കർത്താവ് യേശുവാണെങ്കിലും, തീത്തോസും അതേ പൗലൂസുമാണെങ്കിലും, അല്ലെങ്കിൽ പൗലൂസും തീത്തോസുമാണെങ്കിലും, നിങ്ങൾ വേണ്ടിയിരുന്നില്ല, നീയും നിന്റെ പിള്ളേരാണെങ്കിലും, 2 തലമുറ ഒരുമിച്ച് നിന്നാൽ ആ വീടിന് മുകളിൽ ചിലന്തി അല്ല വല കെട്ടുന്നത്, നിശ്ചയമായി സ്തോത്രം അവിടെ ഒരു തുറന്ന സ്വർഗമുണ്ടാകും. പുസ്തകം പറയുന്നു, ഗിൽഗാദിൽ നിന്ന് അവർ പുറപ്പെട്ടു, ബേഥേൽ അവർ പാസ് ചെയ്തു, യെരിഹോവിൽ അവർ തങ്ങിയില്ല, ഇതാ യോർദാനിൽ അവർ എത്തി. ഇടക്കിടക്ക് ഏലിയാവ് ഇതാ പറയുന്നു, the Lord is going to take me to heaven. ദൈവം ഇതാ സ്വർഗത്തിലേക്ക് എന്നെ എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുകയാണ്. സോ ഏലിയാവിന് നന്നായിട്ട് അറിയാം, ഏലിയാവിന് അറിയാം, ഞാനിതാ സ്വർഗത്തിലേക്ക് കയറിപ്പോകുകയാണ്. അതിനവൻ ഒരുങ്ങിയിരുന്ന. എല്ലാവരും വായി തുറന്ന് പറഞ്ഞാട്ടെ, ഒരുങ്ങിയിരുന്ന. ഒരിക്കൽ കൂടെ, ഒരുങ്ങിയിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഏലിയാവ് എലീശായോട് പറയുകയാണ്, മടങ്ങിപ്പോ, 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 എന്നെ ദൈവം ഇതാ സ്വർഗത്തിലേക്ക് എടുക്കുകയാണ്. യഹോവ എന്നെ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ഭാവിച്ചിരിക്കുന്നു, നീ മടങ്ങിപ്പോ. അതുകൊണ്ട് 2-ാമതായി കാഹളോത്സവം കേൾക്കുന്നവരെ, the rapture of the church, സഭയുടെ ഉൽപ്രാപണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരെ, 2-ാമത്തെ ഉൽപ്രാപണം ഞാൻ പറയട്ടെ, ഒരുങ്ങിയിരിക്കുന്നവരാണ് കർത്താവിന്റെ സന്നിധിയിൽ എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി പോകുന്നത്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 10 കന്യകളെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ തക്കോണം കഴിയുന്ന 5 പേർ, ഓ സ്തോത്രം, എണ്ണ ഇല്ലാത്തവരെങ്കിൽ 5 പേർ എണ്ണയുള്ളവരായി ഒരുങ്ങിയിരുന്ന. യേശുവിന്റെ നാമത്തിൽ കൈയടിക്കുന്നവരെ ചേർപ്പാനല്ല, വല്ലപ്പോഴും 25 വർഷം പഴക്കമുള്ള അന്യഭാഷ തുരുമ്പ് പിടിച്ചത് പറയുന്നവരെ ചേർപ്പാനല്ല, സുവിശേഷ വേല ചെയ്യുന്നവരെ ചേർപ്പാനല്ല, പകരം തിരുവചനം വ്യക്തവും ശക്തവും കൃത്യവുമായി പറയുന്നു, അത് ഒരുങ്ങിയിരിക്കുന്നവരെ, മണവാട്ടി സ്തോത്രം, അതേ മണവാളിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരെ ചേർപ്പാൻ യേശു കർത്താവ് വേഗം കടന്നു വരുന്ന ഒരുങ്ങിയിരിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് ഒരു പെൺകുട്ടിയുടെ സ്തോത്രം, അതെ പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ദ്രഹ്മ, വിലയേറിയ നാണയം അവൾക്ക് കൊടുക്കാറുണ്ട്. ദ്രഹ്മ അല്ലെങ്കിൽ നാണയം കൊടുക്കാറുണ്ട്. അതാണ് സ്തോത്രം, അതേ യഥാർത്ഥ സ്ത്രീധനം. സ്ത്രീയാണ് ധനം. എവരും മിണ്ടുന്നില്ല, ഞാൻ ഇങ്ങോട്ട് നോക്കി 2 മിനിറ്റ് സംസാരിക്കട്ടെ. ഒരു സ്തോത്രം, ഷോപ്പിൽ പോയി ഒരു കാഡ്ബറീസ് ചോക്ലേറ്റ് മേടിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്താലേ ആ ചോക്ലേറ്റ് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. സോ വേദപുസ്തകം പറയുന്നത് സ്ത്രീയെ കിട്ടണമോ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നാണ്. ഈ രാജ്യത്തിന്റെ ശാപമാണ് സ്ത്രീധനം. മനസ്സിലായവർ എല്ലാവരും ആമേൻ പറഞ്ഞേ. ഇവിടെ ആമ്പിള്ളേരാണ് കൂടുതൽ എന്ന് തോന്നുന്നു. ആരും അനങ്ങുന്നില്ലല്ലോ എൻ്റെ കർത്താവേ. സ്തോത്രം. എന്നാൽ യഹൂദന്റെ പാറ്റേൺ അനുസരിച്ചും വേദപുസ്തകത്തിന്റെ പ്രമാണം അനുസരിച്ചും ഒരു പെൺകുട്ടിക്ക് അങ്ങോട്ട് പണം കൊടുത്തിട്ടാണ് സ്തോത്രം വീട്ടിൽ നിന്ന് അത് സ്വീകരിക്കുന്നത്. ഒരുത്തൻ 10 ദ്രഹ്മ ഒരു പെണ്ണിന് കൊടുത്തു, മാരേജ് ഫിക്സ് ചെയ്തു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ 9 കാണുന്നുള്ളൂ. സ്തോത്രം. 10ാമത്തത് കാണുന്നില്ല. കർത്താവേ, കല്യാണം നടക്കത്തില്ല. കാരണം ഈ ദ്രഹ്മ സൂക്ഷിക്കാത്തവൾ, ഈ ദ്രഹ്മ സൂക്ഷിക്കാത്തവൾ അവനെയും സൂക്ഷിക്കത്തില്ല, ആ വീടിനെയും സൂക്ഷിക്കത്തില്ല, ആ ജീവിതത്തെയും സൂക്ഷിക്കത്തില്ല. അതുകൊണ്ട് നീ ആ ഭർത്താവ് നിനക്ക് അഡ്വാൻസ് ആയി തന്ന, അച്ചാരമായി തന്നതായ ആ ദ്രഹ്മ, അതെ നീ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഉപമ പറഞ്ഞപ്പോ ആ പെണ്ണും പിള്ള ഇതാ വീട് മുഴുവൻ അടിച്ചു വാരിയത്. കാരണം അത് അവളുടെ ജീവിത പ്രശ്നമാണ്.
ജീവിത പ്രശ്നം, അത് കിട്ടിയില്ലെങ്കിൽ കല്യാണം മുടങ്ങ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കർത്താവ് ബ്രഹ്മകളെ തന്ന പ്രിയപ്പെട്ടവരെ, ദൂത് തന്നവരെ, ദർശനം തന്നവരെ, താലന്ത് തന്നവരെ, ചൂലെടുക്ക് അടിച്ചുവാര്. കാരണം നിന്റെ മണവാളൻ ഹീസ് ഓൺ ദ വേ. അവൻ എപ്പോ വരുമെന്ന് അറിയത്തില്ല. ഒരു ഫിക്സേഷൻ നടന്നു കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലായിരിക്കാം, പുലർകാലത്തായിരിക്കാം. സ്തോത്രം, അൺഎക്സ്പെക്റ്റഡ് ആയി, സർപ്രൈസ് ആയിട്ടാണ് വരുന്നത്. അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? നിന്റെ ഫിക്സേഷൻ നടന്നു കഴിഞ്ഞാൽ അറ്റ് എനി ടൈം നീ ഒരുങ്ങിയിരിക്കണം. ഇല്ല, എൻ്റെ കുഞ്ഞ് ഇപ്പോ അതെ തൂത്തുക്കുടി വഴി അമേരിക്കയിലേക്ക് പോയതേ ഉള്ളൂ, ഒരു 6 മാസം കഴിഞ്ഞ് നടക്കത്തില്ല മക്കളെ. സ്തോത്രം, നാഥൻ ഏത് നേരവും കടന്നു വരാ. ഈ ദൂത് എനിക്ക് പറഞ്ഞ് തീർപ്പാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. അതിന് മുൻപായിരിക്കാം കാഹളം ധനിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, സ്തോത്രം, അടുത്തൊരു സഭായം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതിനു മുൻപായിരിക്കാം കർത്താവ് മടങ്ങി വരുന്നത്. ഇനിയൊരു ഉപവാസ പ്രാർത്ഥന ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഏത് നേരവും കാഹളം ധനിക്കാം, ഏത് നേരവും മണവാളൻ കടന്നു വരാം. സ്തോത്രം, 3 പേരെ തൊട്ട് വരാം. ഏത് നേരവും അവൻ മടങ്ങി വരും. പെട്ടെന്ന് പറഞ്ഞേ, ഏത് നേരവും മടങ്ങി വരും. ഏത് നേരവും കർത്താവ് മടങ്ങി വരും. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുങ്ങിയിരുന്നാട്ടെ. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. സ്തോത്രം. വേദപുസ്തകം പറയുന്നു മൂന്നാമത്തെ ഉൾപ്രാവണം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് മത്തായി സുവിശേഷം 27-ാം അധ്യായം 52 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമത്തെ ഉൾപ്രാവണം, യേശു കർത്താവിന്റെ മരണത്തിൽ ഇതാ ചില കാര്യാദികൾ അവിടെ സംഭവിക്കുകയാണ്. യേശുവിന്റെ മരണത്തിലും അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഞാൻ ആവർത്തിക്കുന്നു, മത്തായി 27 52 മുതൽ 54 വരെ. മത്തായി 27 52 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. 2000 വർഷങ്ങൾക്ക് മുമ്പ്, സ്തോത്രം, അതെ 6 മണിക്കൂർ നേരം അവൻ ക്രൂശിന്മേൽ ഇതാ തൂങ്ങി നിന്നു. 6 മണി മുതൽ 9 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അർത്ഥം 12 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. എന്നിട്ട് അവൻ ഇപ്രകാരം നിലവിളിച്ചു പറഞ്ഞു, സകലതും നിവർത്തിയായി. ഫാദർ, ഇൻടു ദൈ ഹാൻഡ് ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ്. പിതാവേ, തൃക്കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. യേശു കർത്താവ് മരിച്ചു. ഞാൻ ആവർത്തിക്കട്ടെ, യേശു നിനക്ക് വേണ്ടി മരിച്ചതാണ്, ആരും അവനെ കൊന്നതല്ല. ആർക്കും യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഒരു റോമ സംസ്കാരത്തിനോ റോമ സാമ്രാജ്യത്തിനോ ഒരു യഹൂദന്മാർക്കോ യഹൂദ മതത്തിനോ പിശാചിനോ യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. പകരം കർത്താവ് യേശു നിനക്ക് വേണ്ടി മരിച്ചതത്രേ. സ്തോത്രം. നിനക്ക് വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ മരിച്ചു. യേശു മരിച്ചപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല, സ്തോത്രം, താഴെ നിന്ന് മേലോട്ടല്ല, മേലെ നിന്ന് താഴോട്ട് രണ്ടായി ചിന്തിപ്പോയി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്ന കരങ്ങളെന്ന് ചലിപ്പിച്ചോട്ടെ. താഴെ നിന്ന് മേലോട്ടായിരുന്നെങ്കിൽ ചുണ്ടലി കടിച്ച് കീറി എന്ന് പറയാം. ഇല്ല, അത് മേലെ നിന്ന് താഴോട്ട് അത് ചിന്തിപ്പോയി. ലേഖന കർത്താവ് പറയുന്നു, തന്റെ ദേഹമെന്ന തിരശീല കാൽവരി ക്രൂശിന്മേൽ വെച്ച് ചിന്തിപ്പോയി. ആ തിരശീല ഉണ്ടായിരുന്നപ്പോൾ ഭയത്തോട് മാത്രമേ കൃപാസനത്തോളം അടുക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഇപ്പോൾ ആ തിരശീലയില്ല. ഞാൻ വീണ്ടും അതിലേക്ക് മടങ്ങി വരാം. എന്നാൽ അവിടെ നടന്നത് ആയ ഒരു സംഭവത്തെ അല്പമൊന്ന് തൊട്ട് മുന്നോട്ട് കടന്നു പോകട്ടെ. ആ സമയത്ത് സംഭവിച്ചത് വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു, അവരിതാ ഉയർത്തെഴുന്നേറ്റു. അർത്ഥം, സ്തോത്രം, മൂന്നാമത്തെ ഉൾപ്രാവണം, പഴയ നിയമം വിശുദ്ധന്മാരുടെ ഉൾപ്രാവണം. മൂന്നാമത്തെ ഉൾപ്രാവണം, പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉൾപ്രാവണം. അതെപ്പോൾ സംഭവിച്ചു? യേശു കർത്താവിന്റെ മരണത്തിങ്കിൽ സംഭവിച്ചു. യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ബുദ്ധിയുള്ളവർ മൂക്കത്തെ വിരൽ വയ്ക്കുന്ന പരിപാടിയാണ്. കന്യകയ്ക്ക് എങ്ങനെ ഗർഭിണിയാകും? കന്യകയ്ക്ക് എങ്ങനെ ഗർഭിണിയാകുവാൻ തക്കോണം കഴിയും? ഒരു കന്യകയുടെ ഗർഭപാത്രത്തിൽ ഇമ്മാനുവലിനെ പ്രവേശിപ്പാൻ കഴിഞ്ഞു എങ്കിൽ വേദപുസ്തകം കീറിയവനും കർത്താവിനെ കുറ്റം പറഞ്ഞവനും ദേവയെ ഉപദ്രവിച്ചവനും ഏത് കൊമ്പന്റെ ഹൃദയത്തിൽ പ്രവേശിപ്പാൻ അവനെയും രക്ഷിപ്പാൻ എന്റെ കർത്താവിന് കഴിയും. ആമേൻ. അവന്റെ ജനനം ഒരു അത്ഭുതമാണ്. അവന്റെ ജീവിതം ഒരു അത്ഭുതമാണ്. അവന്റെ കൂടെയുള്ള 100 കണക്കിന് കുഞ്ഞുങ്ങളെ ഹെരോദാവിന്റെ വാള് വെട്ടിത്തകർത്തപ്പോൾ, ബാക്കിയുള്ള എല്ലാം വെട്ടിത്തകർത്തപ്പോൾ, ഒരു ഒറ്റത്തടിയായി സകല നാമത്തിനും മേലായ നാമമായി പിതാവായ ദൈവം അവനെ സംരക്ഷിച്ചു. നിന്റെ കൂടെ തുടങ്ങിയ പലരും ബൈക്ക് ആക്സിഡന്റിൽ പോയി, പലരും രോഗം വന്നു പോയി, പലരും രോഗക്കിടക്കയിൽ പോയി. പക്ഷെ നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാണ്. കാരണം ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്.
വേദപുസ്തകം പറയുന്നു യേശുവിന്റെ ജീവിതവും ഒരു അത്ഭുതമാണ്. അവന്റെ ശുശ്രൂഷയോ അയ്യോ അത്ഭുതമേ ഉള്ളൂ. സ്തോത്രം. യേശു 5 പോയിന്റും 6 പോയിന്റും മറ്റേ ഏതെങ്കിലും ഒരു ടീച്ചിങ്ങും പ്രീച്ചിങ്ങും മാത്രമല്ല കൊണ്ടുപോയത്. 75% of the ministry of Lord Jesus Christ was healing and deliverance. 75% കർത്താവ് യേശുവിന്റെ ശുശ്രൂഷ സൗഖ്യവും വിടുതലുമായിരുന്നു. എല്ലാ പെന്തിക്കോസുകാർ അതിന് ആമേൻ പറ. Yes, hallelujah. അത് അവന്റെ ശുശ്രൂഷയും അത്ഭുതമായിരുന്നു. ജനനം അത്ഭുതം, സ്തോത്രം, ജീവിതം അത്ഭുതം. അതേ യേശു കർത്താവിന്റെ ശുശ്രൂഷ അത്ഭുതം. ഇപ്പോൾ കേൾക്ക കണ്ണു തുറന്ന് യേശുവിന്റെ മരണത്തിനും ഒരു അത്ഭുതം നടക്കുന്നു. പടിയ വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്ന് അതിനെക്കുറിച്ച് അവർക്ക് സ്തോത്രം എനിക്ക് ഇങ്ങനെയാണ് ക്ലാസ് എടുത്തത്. നിങ്ങൾ കേട്ടതാണ്. ഞാൻ സ്തോത്രം വീണ്ടും ആവർത്തിച്ച് പറയട്ടെ. ആവർത്തന വിരസത എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം വിളിക്കാതിരിക്കല്ല. സ്തോത്രം. അത് വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. അങ്കിളിങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന ഷിയോൾ അല്ലെങ്കിൽ സ്തോത്രം അത് ഹേഡ്സ് അല്ലെങ്കിൽ സ്തോത്രം 1-ാം പാതാളം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പഴയ നിയമത്തിലെ സകല വിശുദ്ധന്മാരും അവിടെ കാത്തിരുന്നു. പഴയ നിയമത്തിലെ 1-ാമത്തെ വിശുദ്ധനാകുന്ന ഹാബേൽ തുടങ്ങി പഴയ നിയമത്തിൽ ഒടുക്കത്തെ വിശുദ്ധനായ സ്തോത്രം അതേ ക്രൂശിലെ കള്ളൻ വരെ. ഓ സ്തോത്രം. അതെ അതെ ആ വരിത ആ പഴയ നിയമത്തിന്റെ ആ ഷിയോൾ അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന അല്ല പുതിയ നിയമത്തിന്റെ 1-ാമത്തെ വിശുദ്ധൻ വരെയുള്ള ക്രൂശിലെ കള്ളൻ വരെയുള്ളതായ നൂറ്റാണ്ടുകൾ ഉള്ളതായ ആ വിശുദ്ധന്മാർ ഷിയോൾ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് അവർ കാത്തിരുന്നു. ദൈവസഭ ഇന്ന് യേശു കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒരു ദിവസം മെശിഹ വരും. മരണഭീതിയിലായിരുന്ന ഞങ്ങളെ വിടുവിക്കും, മരണഭീതിയിലായിരിക്കുന്ന ഞങ്ങളെ വിടുവിക്കും എന്നോർത്ത് സ്തോത്രം അവിടെ അവർ കാത്തിരുന്നു. 2 VIP-കൾ മാത്രം അവിടെയില്ല. ഹാനോക്ക് അവിടെയില്ല, ഏരിയാവ് അവിടെയില്ല. കാരണം അവരെ 2 പേരെയും ദൈവം എടുത്തു. സ്തോത്രം. അബ്രഹാം വിശ്വാസികളെ പിതാവായത് കൊണ്ടാണ് ട്രഡീഷണലി അത് അബ്രഹാമിന്റെ മടി എന്ന് ബൈബിളിലും പാരമ്പര്യ പ്രകാരം അത് വിളിക്കുന്നത്. സ്തോത്രം. അബ്രഹാം വിശ്വാസികളെ പിതാവായത് കൊണ്ട് പഴയ നിയമത്തിലെ സകല വിശുദ്ധന്മാർ ആ സ്ഥാനത്ത് കാത്തിരിക്കുകയാണ്. ഓരോരുത്തർ അവിടെ കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് അങ്കിൾ എന്നോട് ഇപ്രകാരം സ്തോത്രം അതേ ഭാവനാരൂപേണ പറഞ്ഞു. അബ്രഹാം വന്നപ്പോൾ അവർ ചോദിച്ചു, അബ്രഹാമേ മിശിഹായുടെ കാര്യം എന്തായി? നമ്മൾ കുറെ കാലമായി ഇവിടെ കാത്തിരിക്കുകയാണ്. അബ്രഹാം പറഞ്ഞു, സ്തോത്രം എന്റെ കടിപ്രദേശത്ത് അവനെ പുറപ്പെടുവിക്കും എന്നുള്ളതായ വാഗ്ദത്ത പ്രകാരം ഞാൻ മക്കളെയും കൊച്ചുമക്കളെയും കണ്ടിട്ടാണ് വന്നത്. സ്തോത്രം. അതേ ആരാ യോസേഫ് വന്നപ്പോൾ അവർ ചോദിച്ചു, യോസേഫേ സ്തോത്രം അതേ നമ്മുടെ മെശിഹായുടെ കാര്യം എന്തായി? അവർ പറഞ്ഞു, 4-ാം തലമുറയ്ക്ക് നിശ്ചയമായി ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ടാകും. എന്റെ അസ്ഥിയെ കൂടെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് വാഗ്ദത്തത്തെ ഉറപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. മോശ വന്നപ്പോൾ അവർ ചോദിച്ചു, ഹേ മോശേ പറ നമ്മുടെ മെശിഹായുടെ കാര്യം എന്തായി? മോശ പറഞ്ഞു, എന്നെക്കാൾ വലിയൊരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും എന്ന് പ്രവചിച്ചിട്ടാണ് ഞാൻ വന്നത്. യെശയ്യാ വന്നപ്പോൾ അവർ ചോദിച്ചു, വാട്ട് അബൌട്ട് അവർ മെസ്സായ നമ്മുടെ മെശിഹായുടെ കാര്യം എന്തായി? അവൻ പറഞ്ഞു, സ്തോത്രം ഞാൻ അതേ വിളിച്ചു പറഞ്ഞിട്ടാണ് വന്നത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് അവ പേര് വിളിക്കും. നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്തോത്രം എല്ലാം മറന്നുപോയെന്ന്. അതെ, സമാധാന പ്രഭു എന്നവർ പേര് വിളിക്കും. ഓരോ പ്രവാചകന്മാർ സ്തോത്രം ഇതാ വരികയാണ്. എസ്കേൽ വന്നപ്പോൾ അവർ ചോദിച്ചു, ഹേ എസ്കേലേ മിശിഹാ എന്തിയേ? അവർ പറഞ്ഞു, സ്തോത്രം ദ വീൽ, ഓ ആ ചക്രം മുന്നോട്ട് ഉരുളുന്നു എന്ന് ഞാൻ പ്രവചിച്ചത്രേ വന്നത്. പഴയ നിയമത്തിലെ മൈന പ്രവാചകന്മാരിൽ ഏറ്റവും ഒടുവിലായി മലാക്കി കയറി വന്നപ്പോൾ അവൻ ചോദിച്ചു, സ്തോത്രം അതേ മെശിഹായുടെ കാര്യം എന്തിയേ? അവൻ പറഞ്ഞു, രോഗോപശാന്തി അവന്റെ ചിറകിൻ കീഴിൽ നിന്ന് ഉദിക്കുമെന്ന് പ്രവചിച്ചിട്ടാണ് ഞാൻ വന്നത്. ഏത് സമയത്തും സ്തോത്രം അവൻ ജനിക്കാം. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ ഇതാ ഉള്ളു കുനിയവൻ ഇതാ കയറി വരികയാണ്. ശിമിയോൻ എന്നാണ് അവന്റെ പേര്. അവൻ വന്നപ്പോൾ ചോദിച്ചു, മെശിഹാ എന്തായി? മെശിഹയുടെ കാര്യം എന്തായി? പറ മെശിഹയുടെ കാര്യം എന്തായി? പുള്ളി പറഞ്ഞു, ഞാൻ അവനെ ദേവാലയത്തിൽ വെച്ച് എടുത്തിട്ടാണ് വരുന്നത്. ഓ സ്തോത്രം. കുറെ സമയം കൂടെ മുന്നോട്ട് പോയപ്പോൾ, അയ്യോ എന്റെ തലവെട്ടിയേ എന്ന് പറഞ്ഞ് ഒരുത്തൻ ഓടി വരുന്ന അവനോട് ചോദിച്ചു, ഹൂ ആർ യു? നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ അവന് വേണ്ടി വഴി ഒരുക്കുവാൻ വേണ്ടി വന്നതാ. ഞാൻ അവനെ എടുക്കുക മാത്രമല്ല, ഞാൻ അവനെ എടുത്തില്ലെങ്കിലും ഞാൻ അവനെ സ്നാനപ്പെടുത്തിയിട്ടാണ് വരുന്നത്. ഹേ സ്തോത്രം. ആകാംക്ഷയുടെ മുൾമുനയിൽ എല്ലാവരും എഴുന്നേറ്റ് ആ വാതിക്കലേക്ക് അവർ നോക്കി. അപ്പോഴത്തെ ബഥാനിയ ഗ്രാമത്തിൽ നിന്ന് ഒരു കൊച്ചൻ പെട്ടെന്നേക്ക് അവിടേക്ക് സ്തോത്രം ചാടി വീണു. എല്ലാവരും ഓടിപ്പോയി ചോദിച്ചു, സ്തോത്രം മെശിഹായുടെ കാര്യം എന്തായി? അവൻ പറഞ്ഞു, ഞാനവനെ കിടക്ക് വിരിച്ചു, ഞാനവന് വേണ്ടി ആഹാരം പാചകം ചെയ്തു, ഞാനവന് വേണ്ടി ഭക്ഷണം വിളമ്പി. സ്തോത്രം. പക്ഷേ എനിക്ക് രോഗം വന്നപ്പോ വന്നില്ല.
എനിക്ക് അസുഖം വന്നപ്പോൾ വന്നില്ല. സ്തോത്രം. എൻ്റെ 2 ചേച്ചിമാർ ഒത്തിരി നേരം കരഞ്ഞു. 2 അമ്മമാർ ഒത്തിരി നേരം കരഞ്ഞു. മൂത്തുള്ള പേര് സ്തോത്രം മാർത്ത, രണ്ടാമത്തുള്ള പേര് മറിയ, എൻ്റെ പേര് ലാസർ. സ്തോത്രം. അവൻ എന്നെ മാത്രം വന്നില്ല, ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും അവൻ ഓൺ ടൈം പോയി. ഒരു പെണ്ണിനെ പോയി പിടിച്ചെഴുന്നേൽപ്പിച്ചു, വേറൊരു ചെറുക്കനെ പോയി തൊട്ടെഴുന്നേൽപ്പിച്ചു. എൻ്റെ കേസിൽ മാത്രം വന്നില്ല. പക്ഷെ അവൻ വന്നിട്ടുണ്ട്. അവന് സ്തോത്രം നന്മ ചെയ്തും കൊണ്ട് ചുറ്റി സഞ്ചരിക്കുക, നന്മ ചെയ്തും കൊണ്ട് ചുറ്റി സഞ്ചരിക്കുക. മരണഭീതിയിലായിരിക്കുന്ന നമ്മളെ വിടിപ്പിപ്പാൻ അറ്റ് എനി ടൈം അവൻ വരും. ഈ കൊച്ചു വർത്താനം പറഞ്ഞിട്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു മുരളച്ചയല്ല, ഒരു ഗർജനം കേട്ടു, ലാസർ പുറത്തു വരിക. പിന്നെ പറയാമേ എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ചാടി. സ്തോത്രം. എല്ലാവരും കാത്തിരുന്ന ആ വാതിക്കലേക്ക് നോക്കി. ആ വാതിക്കലേക്ക് നോക്കുമ്പോൾ ആ പഴയ വാതിലുകള്, ആ പഴയ സിസ്റ്റം, അന്ധകാരത്തിന്റെ പഴയ സിസ്റ്റം, പാതാള ഗോപുരങ്ങള്, സൃഷ്ടിയുടെ ആരംഭ നാളുക തുടങ്ങി ലോകസ്ഥാപനത്തിന് സ്തോത്രം അതെ ശേഷമായി വീണുപോയ ദൂതന്മാർ സ്വർഗത്തെ പോലെ ഡ്യൂപ്ലിക്കേറ്റായി ഉണ്ടാക്കി വെച്ചിരുന്ന പഴയ വാതിലുകള്, സ്തോത്രം അതെ ഒരു സമയത്ത് ഭയങ്കര ശബ്ദം കേൾക്കുന്നു. ആ പഴയ വാതിലുകൾ എന്ന് പറഞ്ഞത് വീഴുന്നു. എല്ലാവരും ചാടി എഴുന്നേറ്റപ്പോൾ ആ വാക്യം വീണ്ടും എനിക്ക് ഓർമ്മ വന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പേൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. യേശു കർത്താവ് മരണഭീതിയിലായിരുന്നവരെ വിടുവിച്ചു. എന്നിട്ട് ഇപ്രകാരം ആ വാതിൽ തള്ളി തുറന്നിട്ട് പറഞ്ഞു, ഇറങ്ങിപ്പോയിക്കൊള്ളുക. മനസ്സിലായവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നൂറ്റാണ്ടുകളായി കാത്തിരുന്നവരെ ആ പഴയ വാതിൽ തള്ളി തുറന്നിട്ട് അവൻ പറഞ്ഞു, ഇറങ്ങിപ്പോയിക്കൊള്ളുക. നിങ്ങൾ എത്ര പേർ സ്തോത്രം കെ കരുണാകരനോ കെ നായനാരോ അല്ലെങ്കിൽ അതുപോലെ വലിയ രാഷ്ട്രീയക്കാർ സ്തോത്രം അതെ ജാഥകൾ റാലികൾ നടത്തുന്നത് കണ്ടിട്ടുണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ടെ. നേതാക്കന്മാർ ജാഥകൾ നടത്തുന്നത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാത്രികൾ നിങ്ങളുടെ ഹൃദയ കണ്ണ് തുറക്കട്ടെ. ഞാനിന്ന് രാത്രികാലം പറയുന്നത് പെരുമുട്ടുവാദം ബാധിച്ചതായ ഏതോ നേതാവിന്റെ ജാഥയല്ല. മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ, പഴയ പാമ്പ സാത്താന്റെ തലയെ തകർത്തവൻ, ഇറങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവനിതാ മുന്നിൽ നടക്കുന്നു. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ചേ. വർഷങ്ങളായി നൂറ്റാണ്ടുകളായി അവർ കാത്തിരുന്നവരാണ്. പഴയ നിയമ വിശുദ്ധന്മാർ അവർ കാത്തിരുന്നവരാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞേ, കാത്തിരിപ്പ്. സ്തോത്രം. ഒരിക്കൽ കൂടെ കാത്തിരുന്നവർക്കാണ് ഉൾപ്രാപണം, കാത്തിരിക്കുന്നവർക്കാണ് ഉൾപ്രാപണം. കർത്തന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കായി സ്തോത്രം, വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കായി സ്തോത്രം. വെയിറ്റിംഗ് ടൈം ഈസ് നോട്ട് എ വേസ്റ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം ഈസ് നോട്ട് എ വേസ്റ്റിംഗ് ടൈം. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് കാണാതെ പഠിക്കാം, ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേ. നീ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും തന്ത്രിയുടെയും മുൻപിലല്ല. നീ കാത്തിരിക്കുന്നത് നിന്റെ കണ്ണുനീരിനെ, നിന്റെ ഉപവാസത്തെ, നിന്റെ പ്രാർത്ഥനയെ, നിന്റെ എഫേർട്ടിനെ നീ മറന്നാലും മനുഷ്യൻ കാണുന്നില്ലെങ്കിലും എന്നെ നീ അറിയുന്നതായ ദൈവത്തിന്റെ മുൻപിലാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ പരിധികളെ ഭേദിച്ചുകൊണ്ട് മുന്നേറും. കാത്തിരിക്കുന്നവർ 2 കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. സോ അധികം കാത്തിരിക്കുന്നത് അധികം മഹത്വമാണ്. യുവർ വേസ്റ്റിംഗ് ടൈം ഈസ് നോട്ട് എ വേസ്റ്റിംഗ് ടൈം. സ്തോത്രം. ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, ദൈവത്തോട് കൂടെ നടക്കുന്നവർക്കാണ് ഉൾപ്രാവണം. രണ്ടാമതായി സ്തോത്രം അതി ഒരുങ്ങിയവർക്ക്, ഒരുക്കമുള്ളവർക്കാണ് ഉൾപ്രാവണം. മൂന്നാമത് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണ് ഉൾപ്രാവണം. നാലാമതായി ഏറ്റവും വലിയ ഉൾപ്രാവണം, ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായി ഇതുവരെ നടന്നു കഴിഞ്ഞതായ ഉൾപ്രാവണം കർത്താവ് യേശുവിന്റെ തന്നെ ഉൾപ്രാപണമാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുകയാണ്. ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് 33.5 വർഷത്തിന് ശേഷം അവൻ കടന്നു പോകുകയാണ്. എങ്ങനെ കടന്നുപോയി? ഒരു ദിവസം പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെ കടന്നുപോയി? ദൈവാത്മാവിനോട് പറഞ്ഞു, യോഹന്നാൻ 19:28 ക്രൂശിൽ വെച്ച് അവൻ അഞ്ചാമതായി പറഞ്ഞ മൊഴി നീ ഓർക്കുന്നുണ്ടോ? എനിക്ക് ദാഹിക്കുന്നു. പല ദാഹങ്ങളുണ്ട്, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ചെവികൾ മന്ത്രിച്ചു, ആ ദാഹം എന്തെന്നറിയോ? പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ദാഹം.
കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി പോകാനുള്ള ദാഹം, കർത്താവിന് വേണ്ടിയുള്ള ദാഹം, ഏറ്റവും വലിയ ദാഹം ഈ തലമുറയിൽ നിനക്കതാകട്ടെ. പ്ലാറ്റ്ഫോം അല്ല, ക്രൗഡ് അല്ല, മാനിഫെസ്റ്റേഷൻ അല്ല, പണമല്ല, പ്രസിദ്ധിയല്ല, ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം. ആർക്കെങ്കിലും ഉണ്ടോ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം? 33.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇതാ യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഉൽപ്രാപണം ചെയ്തു പോകുകയാണ്. എംപ്റ്റി ഹാൻഡഡ് ആയിട്ടല്ല. ശ്രദ്ധിച്ചാട്ടെ, എബ്രായ ലേഖന കർത്താവ് വളരെ കൃത്യവും വ്യക്തമായി പറയുന്നു, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. പഴയ നിയമത്തിൽ മഹാപുരോഹിതന്മാരുണ്ട്. അഹരോൻ മഹാപുരോഹിതനായിരുന്നു. പക്ഷേ അഹരോൻ പോലും സ്തോത്രം, അതെ, ഡേ ഓഫ് അറ്റോണിമെന്റിന്, മഹാപാപ പരിഹാര ദിനത്തിന് ഭയപ്പെട്ടിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുന്നത്. പ്രാകാരം കടന്ന്, വിശുദ്ധ സ്ഥലം കടന്ന്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് സ്തോത്രം അവൻ പ്രവേശിക്കുമ്പോൾ അവന്റെ കയ്യിൽ സ്തോത്രം ഇരിക്കുന്നതായ അതേ ആ പശു രക്തം, അല്ലെങ്കിൽ ആടുമാടുകളുടെ രക്തം ഭയങ്കരമായി വിറയ്ക്കും. എൻ്റെ മമ്മി ഇന്ന് ജീവിച്ചിരിക്കുന്നു, 76 ഇയേഴ്സ് ആയി. പപ്പയ്ക്ക് 79 വയസ്സായി. ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സമയത്ത് എൻ്റെ സിസ്റ്റർ തമിഴ്നാടാണ്, ഇങ്ങനെ യാത്രയാകുമ്പോൾ സ്തോത്രം പലതും ഇങ്ങനെ സംസാരിച്ച് സ്തോത്രം ഇരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മാതാവ് ഇപ്രകാരം പറഞ്ഞടാ, നിന്റെ പപ്പ എന്നെ കാണാൻ വന്നപ്പോ ആ ചായയും കൊണ്ട് ഞാൻ പോയപ്പോ ആ ചായ ഇരുന്ന് വിറക്കുന്നത് കണ്ടിട്ട് എൻ്റെ സിസ്റ്റേഴ്സ്, അവര് 3 സിസ്റ്റേഴ്സ് വേറെയുണ്ട്, ആ സിസ്റ്റേഴ്സ് ഭയങ്കരമായി ഇപ്പോഴും കളിയാക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, മാമിയെ, അതേപോലെ തന്നെ ആ രക്തത്തിലേക്ക് നോക്കുമ്പോൾ അറിയാം സ്തോത്രം, അതേ ആ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നതായ മഹാപുരോഹിതന്റെ ബ്ലഡ് പ്രഷർ എത്രയുണ്ടെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഒരിക്കൽ കൂടെ, അതിപരിശുദ്ധ സ്ഥലത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളവനാണ് പ്രവേശിക്കുന്നതെങ്കിൽ സ്തോത്രം, അപ്പോൾ തന്നെ ഹത്തം ഹോകയ, അപ്പം തന്നെ അടിച്ചു പോകും. അവൻ അവിടെ മരിച്ചു വീണാൽ അവനെ പുറത്തിറക്കാൻ വേണ്ടിയാണ്, അവൻ്റെ ഡെഡ് ബോഡിയെ വലിച്ചിടക്കാൻ വേണ്ടിയാണ് അവൻ്റെ അരയിൽ ഒരു കയറ് കെട്ടിയിരിക്കുന്നത്. ഓഹോ ഓഹോ, ഇപ്പോഴാണ് പിടികെട്ടിയത്. ബാംഗ്ലൂർ തെരുവിലൂടെ ആരെങ്കിലും സ്തോത്രം അരകിൽ കയറും കെട്ടി നടക്കുന്നുവെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, ഹോളി റവറൻഡ് ഏത് സമയത്തും അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാതിരിക്കട്ടെ, മനസ്സിലായവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. വിശുദ്ധ സ്ഥലം കടന്ന് സ്തോത്രം, അതെ, പ്രാകാരം കടന്ന്, വിശുദ്ധ സ്ഥലം കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ രക്തം ഇതാ ഇരുന്ന് സ്തോത്രം വെട്ടുകയാണ്. കാരണം അവൻ ഭയത്തോടെയാണ് പ്രവേശിക്കുന്നത്. ഡേ ഓഫ് അറ്റോണിമെന്റിന്, ഡേ ഓഫ് അറ്റോൺമെന്റ്, ഒരിക്കൽ കൂടെ ഡേ ഓഫ് അറ്റോണിമെന്റിന് പുതിയ സ്തോത്രം മലയാള വേദപുസ്തകം ഇങ്ങനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു, മഹാപാപ പരിഹാര ദിനം. സ്തോത്രം, അതെ, ഡേ ഓഫ് അറ്റോണിമെന്റിന്. അതിന്റെ അർത്ഥം ഇതാണ്, സർവശക്തനായ ദൈവവും മനുഷ്യരുമായി ഭൂമിയിൽ വെച്ച് ഒന്നായി ചേരുന്ന ദിനമാണ് ഡേ ഓഫ് അറ്റോണിമെന്റ്. ഞാൻ ആവർത്തിക്കട്ടെ, സർവശക്തനായ ദൈവം മനുഷ്യനുമായി ഒരു റൂമിനകത്ത് ഒരുമിച്ച് നിൽക്കുന്നതായ ദിനമത്രേ മഹാപാപ പരിഹാര ദിനം. മനുഷ്യനെ റെപ്രസെന്റ് ചെയ്തിട്ട്, മനുഷ്യനെ പ്രതിനിധീകരിച്ചിട്ട് പുരോഹിതൻ ഇതാ, മഹാപുരോഹിതൻ ഇതാ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവന്റെ മുൻപിൽ കരൂപുകളുടെ നടുവിൽ ദൈവത്തിന്റെ തേജസ് ഉണ്ട്. സ്തോത്രം, ഏതേൻ പർദീസയിൽ വെച്ച് സ്തോത്രം പാപം ചെയ്ത് പുറത്തായി പോയതായ മനുഷ്യൻ ഇപ്പോഴിതാ പാപപരിഹാരം വന്നിട്ടില്ല, പാപം മറച്ചിട്ടേ ഉള്ളൂ. സ്തോത്രം, രക്തവുമായി ആ അതിപരിശുദ്ധ സ്ഥലത്ത് മഹാനായ ദൈവവും മനുഷ്യനുമായി ഒന്നായി ചില നിമിഷങ്ങൾ സ്തോത്രം നിൽക്കുന്നത് ആ ഏറ്റവും മോസ്റ്റ് ഹോളി ഡേ, ഏറ്റവും മോസ്റ്റ് ഹോളി മൊമെന്റ്, അതത്രേ മഹാപാപ പരിഹാര ദിനം. അതിന്റെ മറ്റൊരർത്ഥമാണ് യോം കിപ്പോർ. സ്തോത്രം, യോം കിപ്പോർ എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ച് ഏറ്റവും വിശുദ്ധിയുടെ ഒരു നിമിഷം അത്രേ. സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് എൻ്റെ അവസാന സെഷൻ ആയതുകൊണ്ട് സ്തോത്രം, അതേ, റോഷ ഹാഷാന പറഞ്ഞ, അല്ലെങ്കിൽ കാഹളോത്സവം പറഞ്ഞ ഞാൻ നിർത്തുന്നു. അല്ലെങ്കിൽ സ്തോത്രം, മഹാപാപ പരിഹാര ദിനത്തെക്കുറിച്ച് വിസ്തരിച്ച് നമുക്ക് പറവാൻ തക്കോണം കഴിയും. അവസരമാകട്ടെ. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അപ്പോൾ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഏത് മഹാപുരോഹിതനാണെങ്കിലും അന്യരക്തം കൊണ്ട് വളരെ ഭയത്തോടെ ഭയന്നാണ് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത്. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പ് മഹാപുരോഹിതനല്ല, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഓ, നല്ലൊരു സ്തോത്രം പറ. താടിക്ക് കൈ കൊടുത്തിരിക്കാതെ
ഓ കമാൻ, നാണക്കേട്. അവൻ ഉയർത്തെഴുന്നേറ്റു. പിന്നെ എന്തിനാ നിങ്ങൾ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നേ? രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം. സന്തോഷത്തോടെ ഇരുന്നേ, പറഞ്ഞേ, സന്തോഷത്തോടെ ഇരുന്നേ. കാരണം യേശു ഉയർത്തെഴുന്നേറ്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അന്യരക്തം കൊണ്ടല്ല, പാപമില്ലാത്ത രക്തം. എബ്രായർ 12:24. പാപം, സ്തോത്രം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. പുണ്യാഹ രക്തം കൊണ്ട് അവനിതാ, സ്തോത്രം, 1-ാം സ്വർഗം കടന്ന്, പ്രാകാരം 2-ാം സ്വർഗം കടന്ന്, വിശുദ്ധ സ്ഥലം 3-ാം സ്വർഗം, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അവനിതാ പ്രവേശിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല, പ്രവേശിപ്പാൻ പോകുകയാണ്. കോടിക്കണക്കിന്, സ്തോത്രം, ദൂതന്മാരിതാ നോക്കി നിൽക്കുന്ന, ലക്ഷക്കണക്കിന് സെറാഫുകൾ ഇതാ, സ്തോത്രം, ആരവാരം മുഴക്കുന്നു. ഒരുമിച്ച് വിളിച്ചു പറയുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. കാരണം പിതാവായ ദൈവം ഏൽപ്പിച്ചതായ സകല കാര്യവും 99.99% അല്ല, 100% മുഴുവൻ തികച്ചിട്ട് അവനിതാ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, 100%. സ്തോത്രം. രണ്ടുപേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു തീർക്കണം. പെട്ടെന്ന് പറ, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു തീർക്കണം. എന്നിട്ട് വേണം ഈ ലോകത്തിൽ നിന്ന് പോകാൻ. പകുതി ചെയ്തിട്ട് പോകല്ല. സ്തോത്രം. പണി തീരാത്ത വീട് പോലെ പരസ്യപരമായിട്ട് പോകല്ല. നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സകലതും ചെയ്ത് തീർത്തിട്ടാണ് അവന്റെ സന്നിധിയിലേക്ക് നീയും ഞാനും കയറി പോകേണ്ടത്. ഇതാ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു തീർത്തിട്ട് പുതിയ നിയമത്തിലെ 1-ാമത്തെ മിഷണറി ഇതാ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. സ്വർഗത്തിലും ഒരു മന്ദിരമുണ്ട്, സ്വർഗത്തിലും ഒരു പെട്ടകമുണ്ട്, സ്വർഗത്തിലും ഒരു കൃപാസനമുണ്ട്, സ്വർഗത്തിലും ഒരു കൃപാസനമുണ്ട്. അവിടെ അവന്റെ സ്വന്തം രക്തം തളിക്കണം. സ്വന്തം രക്തം എന്നാലേ വീണ്ടെടുപ്പ് നടക്കത്തുള്ളൂ. സ്വന്തം രക്തം തളിക്കണം എന്ന് എബ്രായ ലേഖനം കൃത്യവും വ്യക്തവും ശക്തമായി പറയുന്നു. സ്തോത്രം. അപ്പൊ സ്വന്തം രക്തവുമായി അവൻ പ്രവേശിക്കുമ്പോൾ that is the most holiest moment. ഏറ്റവും, സ്തോത്രം, അതെ, ഡബിൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും പവിത്രമായ നിമിഷമാണ്. സ്തോത്രം. സ്വർഗത്തിലെ കൃപാസനത്തിൽ സ്വന്തം രക്തം തളിക്കണം. ഇല്ലേ, എന്തോ ചെയ്യും ബ്രദറെ എന്ന് ചോദിച്ചാൽ, എൻ്റെ നിന്റെ പേര് ആധാർ കാർഡിൽ കാണാം, പക്ഷെ ജീവന്റെ പുസ്തകത്തിൽ കാണത്തില്ല. അപ്പൊ ഏറ്റവും അധികമായി വീണ്ടെടുപ്പ് നടക്കേണ്ടത്, സ്തോത്രം, അതെ, അതെ, കൃപാസനത്തിൽ ആ രക്തം തളിച്ചേ പറ്റത്തുള്ളൂ. സ്വർഗം ഇത് അലേർട്ടായിരിക്കുന്നു. കോടിക്കണക്കിന് ദൂതന്മാരും സെറാഫുകളും ആ 4 ജീവികളും ഇങ്ങനെ നോക്കിയിരിക്കുന്നു. പിതാവായ ദൈവം ഇങ്ങനെ നോക്കിയിരിക്കുന്നു. പക്ഷെ അവൻ കയറി പോകുമ്പോൾ ഒരു പെണ്ണിന്റെ, ഒരു പെണ്ണ്, സ്തോത്രം, ആ കല്ലറക്കരികിൽ നിന്ന് കരഞ്ഞിട്ട് നിൽക്കുകയാണ്. ശക്തമായ ആനയ്ക്ക് പോലും ഒരു മർമ്മമുണ്ടെന്ന് പറയുന്നു. ചെവിക്ക് പിന്നിൽ അല്ലെങ്കിൽ മസ്തകത്തിൽ അതിൽ വേടിയേറ്റാൽ ചിഹ്നം വിളിച്ചു വരുന്ന ഏത് കൊമ്പനാനയാണെങ്കിലും അത് ചരിയും അല്ലെങ്കിൽ വീഴും. സർവശക്തനെ ഇറക്കാൻ, സർവശക്തനെ നിർത്താൻ, സർവശക്തനെ നിന്റെ റൂമിൽ ഇറക്കി കൊണ്ടുവരാൻ. നിന്റെ പേഴ്സിൽ പണമല്ല, നിന്റെ പേരിന്റെ കൂടെ ഡിഗ്രി അല്ല. എപ്പോഴാണ് നിശബ്ദമായി നിന്റെയും എൻ്റെ കണ്ണുനീർ, എന്റെയും നിന്റെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ നിറഞ്ഞൊഴുകുന്നത് അവനെ ഇറങ്ങി വരാ. മനസ്സിലായ ആമേൻ പറഞ്ഞോട്ടെ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേ, ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈം, ഏറ്റവും ഇമ്പോർട്ടന്റ് നിമിഷമാണത്. ആ നിമിഷത്തിൽ ആ രക്തം തളിച്ചില്ലെങ്കിൽ കാൽവരി വേസ്റ്റ് ആണ്, ക്രൂശിലെ മരണം വേസ്റ്റ് ആണ്. അത് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈമിൽ പിതാവായ ദൈവത്തിന്റെ കണ്ണിലേക്ക് പുത്രൻ നോക്കിക്കാണാം. പിതാവായ ദൈവം കഠിന ഹൃദയനല്ല, എൽ ഷദായ്. എൽ ഷദായ് എന്ന പദത്തിന് ഒരർത്ഥം ഇതാണ്, മുല കൊടുക്കുന്ന ഒരു അമ്മയെ പോലെ. സയൻസ് തെളിയിച്ചിരിക്കുന്നു, മുല കൊടുക്കുന്ന ഒരു അമ്മയാണെങ്കിൽ കുഞ്ഞിന്റെ കരച്ചിന്റെ ശബ്ദം അവളുടെ ചെവിയിൽ വീഴുമ്പോൾ അവളുടെ സ്തനത്തിൽ പാലുകൾ ഊറി വരും. അർത്ഥം, കണ്ണുനീരിന്റെ നടുവിൽ മനസ്സലിഞ്ഞ് ഓടി ഇറങ്ങുന്ന അമ്മയേക്കാൾ ഹൃദയമുള്ളവനാണ് ഇന്ന് രാത്രിയിലും സർവശക്തനായ ദൈവം. മന്ദലക്കാരത്തി മറിയ എന്തോ കിട്ടാനല്ല. ഇന്ന് കിട്ടാൻ ഒത്തിരി പേർ കരയാറുണ്ട്. സ്തോത്രം. ചില മീറ്റിങ്ങിന് വരുന്നത് ചാക്കും അതെ വലിയ ട്രക്കും കൊണ്ടാ വരുന്നത് പ്രാപിക്കാൻ. അവക്കെന്തോ കിട്ടാനല്ല. അവൻ കർത്താവിന് വേണ്ടി കരയുകയാണ്. നിനക്ക് വേണ്ടി കരയുന്ന കരച്ചിൽ വേറെ, എന്റെ കർത്താവിന് വേണ്ടി കരയുന്ന കരച്ചിൽ വേറെ. മനസ്സിലായൊരു പോയി കർത്താവിന് വേണ്ടി കരയുന്നവനെങ്കിൽ നിന്റെ വേദപുസ്തകത്തിൽ ലിസ്റ്റ് എഴുതി വെക്കണ്ട.
ചോദിക്കുന്നതിനേക്കാൾ നിനക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചോദിക്കാതെ തന്നെ നൽകുന്നവനാണ് ദൈവം. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് നിർത്ത. Stop your whining. നിനക്ക് വേണ്ടി കരയുന്നത് നിർത്തി കർത്താവിന്റെ ഭാരം ഏറ്റെടുത്ത് കരഞ്ഞാട്ടെ. സ്തോത്രം. അയ്യോ, അവനെ കണ്ടില്ലെന്ന് പറഞ്ഞ് കരയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ കണ്ണിൽ നോക്കിയവൻ അവൾക്ക് പ്രത്യക്ഷമായി 12 പ്രത്യക്ഷതകൾ യേശുവിന്റെ ഉയർപ്പിലുണ്ട്. 12 സ്വർഗീയ ഗവൺമെന്റിന്റെ സംഖ്യയാണ്. 12 സ്വർഗീയ ഗവൺമെന്റിന്റെ സംഖ്യയാണ്. ആധിപത്യം അതേ ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ തോളിലിരിക്കുമെന്നല്ല, ആധിപത്യം അവന്റെ തോളിലിരിക്കും. 12 പ്രത്യക്ഷതകൾ. ഒന്നാണ് മറിയയ്ക്ക് അവൻ പ്രത്യക്ഷനായി. മറിയ പെട്ടെന്ന് ചാടി വീണ് അവനെ തൊടാൻ വേണ്ടി എന്നെ തൊടല്ല, ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി പോയിട്ടില്ല. കാരണം നീ എന്നെ തൊട്ടാൽ ആ രക്തം വേസ്റ്റ് ആയി പോകും. രക്തം സ്തോത്രം അപവിത്രമാകും. അത് സ്തോത്രം അതെ അശുദ്ധിയായി പോകും. അതുകൊണ്ട് അതെ അവൻ 1-ാം സ്വർഗം പ്രാകാരം, 2-ാം സ്വർഗം സ്തോത്രം അതായത് വിശുദ്ധ സ്ഥലം, 3-ാം സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിച്ച് കർത്താവ് യേശുവിന്റെ ഉൾപ്രാവണ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇനി നമ്മൾ കയറിപ്പോകാൻ തടുക്കാൻ തക്കവണ്ണം ഒരു കാര്യവുമില്ല. നമുക്ക് മുൻപായി ശ്രേഷ്ഠ മഹാപുരോഹിതനായി കടന്നുപോയി അവൻ നമുക്ക് വേണ്ടി വഴി ഒരുക്കി കഴിഞ്ഞു. അവൻ നമുക്ക് വേണ്ടി വഴി ഒരുക്കി കഴിഞ്ഞു. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടഞ്ഞ വഴികൾ നോക്കി, ഭൂമിയിൽ അടഞ്ഞ വഴികൾ നോക്കി വഴിയൊരുക്കണമേ എന്ന് ഈ കാണുന്ന ഭൂമിയിൽ നോക്കി നീ നെടുവീർപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, കാണാത്ത സ്വർഗത്തിലെ അവൻ നിനക്ക് വേണ്ടി വഴി ഒരുക്കി കഴിഞ്ഞ. കാണാത്ത സ്വർഗത്തിൽ വഴിയൊരുക്കിയവൻ എത്രയധികം കാണുന്ന ഈ ഭൂമിയിൽ നിനക്കും എനിക്കും വേണ്ടി വഴിയൊരുക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി വഴിയൊരുക്കും. അവിടെ ഭാവികൾക്ക് വേണ്ടി വഴിയൊരുക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് വഴി ഇല്ലാത്ത വഴികളെ ഒരുക്കുന്ന കർത്താവിന് മഹത്വം കൊടുത്തേ. Come on, ശക്തിയോടെ 2 കരങ്ങളെ അടിച്ച് കർത്താവ് യേശുവിന്റെ സ്തോത്ര ഉൾപ്രാവണം അവൻ ജയിച്ചിട്ടാണ് കടന്നുപോയത്. യേശു ജയിച്ചിട്ടാണ് അവൻ ഉൾപ്രാവണം ചെയ്തത്. അർത്ഥം ജയിക്കുന്നവനാണ് ഉൾപ്രാവണം. പാപത്തെയും ലോകത്തെയും ലോകമോഹത്തെയും ജയിക്കുന്നവനാണ് ഉൾപ്രാവണം. അല്ലാതെ ഒരിക്കൽ സ്നാനപ്പെട്ട് തോന്നിയതുപോലെ ജീവിക്കുന്നവനല്ല ഉൾപ്രാവണം. ജയിക്കുന്നവനാണ് ഉൾപ്രാവണം. അടുത്തിരിക്കുന്ന 2 പേർക്ക് ഹൈഫൈ കൊടുത്ത് പറ, യേശു ജയിച്ചതുപോലെ നമ്മളും ജയിക്കണം. പെട്ടെന്ന് പറഞ്ഞേ, യേശു ജയിച്ചതുപോലെ നമ്മളും ജയിക്കണം. സ്തോത്രം. റോഷാന അർത്ഥം കാഹളോത്സവം. സ്തോത്രം. എന്തിനു വേണ്ടി കാഹളം ഊതുന്നു? ദൈവസഭയുടെ ഉൾപ്രാപണത്തിന് വേണ്ടി. കൂടെ നടക്കുന്നവർക്ക് ഉൾപ്രാപണം. ഹാനോക്കുള്ള ഉൾപ്രാപണം ഉണ്ടായി. ഒരുങ്ങിയിരിക്കുന്നവരുടെ ഉൾപ്രാപണം, ഏലിയാവിന്റെ ഉൾപ്രാപണം. കാത്തിരിക്കുന്നവർക്ക്, കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവർക്ക് ഉൾപ്രാപണം. പഴയ നിയമ വിശുദ്ധന്മാർ ഉൾപ്രാപണം ചെയ്തു. ജയിച്ചവർക്കാണ് ഉൾപ്രാപണം. കർത്താവ് യേശു പ്രവാചകന്മാരെക്കാൾ, പുരോഹിതന്മാരെക്കാൾ, രാജാക്കന്മാരെക്കാൾ, ന്യായാധിപന്മാരെക്കാൾ അവൻ ജയിച്ചു. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഓ സ്തോത്രം. അതേ തിരുവചനത്തിൽ അതെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഇതാ അപ്പോസ്തലന്മാരുടെ ഉൾപ്രാവണം. അപ്പോസ്തല പ്രവൃത്തിയിലും വെളിപ്പാട് പുസ്തകത്തിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയും അപ്പോസ്തലന്മാരുടെ ഉൾപ്രാവണം. പ്രധാനമായി സ്തോത്രം യോഹന്നാന്റെ ഉൾപ്രാവണമുണ്ട്. ഒക്കെ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് വെളിപ്പാട് 4:1 യോഹന്നാനെ ഇതാ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. സ്തോത്രം. ആ ഉൾപ്രാവണത്തിനായി സ്തോത്രം. പക്ഷേ അതേ സമയത്ത് ഈ രാത്രി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ അവിടെ ഇതാ പൗലോസ് ശ്ലീഹായുടെ ഉൾപ്രാവണത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നത്, caught up in the air അല്ലെങ്കിൽ caught up in the heaven. സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നത് അർത്ഥം സ്തോത്രം. സ്വർഗത്തിലേക്ക് വെറുതെയല്ല ഒരുവൻ എടുത്തുകൊള്ളപ്പെടുന്നത്. ഇന്ന് രാത്രിയിലും അന്യഭാഷ പറഞ്ഞ് നിർത്തുന്നതല്ല ആത്മീയം, അന്യഭാഷ പറഞ്ഞു തുടങ്ങുന്നതാണ് ആത്മീയം. ഒരിക്കൽ കൂടെ, ആത്മീയ ജീവിതത്തിന്റെ ഒടുക്കമല്ല അന്യഭാഷ, ആത്മീയ ജീവിതത്തിന്റെ തുടക്കമാണ് അന്യഭാഷ. ഞാൻ രാവിലെ നമ്മൾ കേൾക്കുകയുണ്ടായി, അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അതൊരു ഒടുക്കമല്ല, അതൊരു തുടക്കമത്രേ. ഇന്നും പല ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്, മുട്ടുമടക്കി സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് അവിടെ ആത്മാവിനെ എടുക്കുന്നു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു.
പുസ്തകത്തിൽ അതുണ്ട്. സ്തോത്രം. അതെ, അവരെ ആത്മാവിൽ അവർ സ്തോത്രം സ്വർഗമണ്ഡലത്തിലേക്ക് പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിലേക്ക് ഈ അപ്പോസ്തലന്മാർ യാത്ര ചെയ്യപ്പെട്ടത്? സ്തോത്രം. അവർക്ക് എന്തിനു വേണ്ടി ഈ ഉൽപ്രാപണം ഉണ്ടായി? അർത്ഥം, ഒരു വെളിപ്പാടിന് വേണ്ടി, വെളിപ്പാടുകൾക്ക് വേണ്ടി. പൗലോസ് പ്രാപിച്ചത് സ്വർഗത്തിൽ നിന്നാണ് ഈ വെളിപ്പാടുകളെ താൻ പ്രാപിച്ചത്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യം. 1 കൊരിന്ത്യർ 11:23. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത്. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞേ. കർത്താവിൽ നിന്ന് പ്രാപിക്കും, നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത്. ഇന്ന് വളരെ പെട്ടെന്ന് പറയട്ടെ, വളരെ പെട്ടെന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതെ പൗലോസേ, ഈ ഉൾപ്രാപണം അങ്ങ് എപ്പോഴാണ്, ഈ വെളിപ്പാട് അങ്ങ് എപ്പോഴാണ് പ്രാപിച്ചത്? എപ്പോഴാണ് ഈ വെളിപ്പാട് പ്രാപിച്ചത്? അതിന് പറവാൻ സ്തോത്രം പൗലോസിന് ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു, 14 years back, 14 വർഷങ്ങൾക്ക് മുമ്പ്. അതിനർത്ഥം AD 44, AD 68 പൗലോസ് ആ ലേഖനം എഴുതുന്നത്. AD 44 14 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒരു മനുഷ്യൻ ഞാൻ ക്രിസ്തുവിൽ അറിയുന്നു, അവൻ പറുദീസയോളം എടുത്തുകൊള്ളപ്പെട്ടു. അപ്പോ AD 44 തനിക്ക് ഒരു ഉൾപ്രാപണം ഉണ്ടായതായി പൗലോസ് പറയുന്നു. സ്തോത്രം. അത് ഏത് സന്ദർഭത്തിലാണ്? വീട്ടിൽ പോയി വായിച്ചു നോക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞു പോകാം. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൽ അതിനുള്ളതായ ഒരു സന്ദർഭം ഉണ്ടായി എന്ന് വേദപുസ്തകം പറയുന്നു. ലൂസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവനെ പൗലോസ് ഇതാ സൗഖ്യമാക്കി. വായിച്ചിട്ടുള്ളവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ലൂസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവനെ പൗലോസിലൂടെ ദൈവം സൗഖ്യമാക്കി. അതൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരുന്നു. എന്നിട്ടും തമ്പുരാൻ ഗർഭത്തിൽ വച്ച് വളഞ്ഞതിനെ തന്റെ സൂപ്പർ നാച്ചുറൽ ശക്തിയാൽ ആ ശരീരത്തിന്റെ കേട് മാറ്റി. ബേഥേലിലേക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ, പ്രത്യക്ഷമായ ക്രിയേറ്റീവ് മിറക്കിൾസ്, ദൈവത്തിന്റെ വിലയേറിയ ശക്തികൾ നമ്മുടെ കൺമുൻപിൽ വെളിപ്പെടണം. അങ്ങനെ വലിയൊരു അത്ഭുതം അവിടെ നടക്കുമ്പോൾ, അങ്ങനെ വലിയൊരു അത്ഭുതം അവിടെ സംഭവിച്ചപ്പോൾ പട്ടണം ഇളകി. അയ്യോ, ജനമെല്ലാം ഓടി വന്നു. പൂമാലയായി, പൂച്ചണ്ടായി, കർത്താവിന്റെ ശ്രേഷ്ഠ ദാസൻ, മറ്റവൻ ഇന്ദ്രൻ, ഇവൻ ബുധൻ എന്ന് പറഞ്ഞു കൊണ്ടുവന്നത് പൂമാല കിട്ടു. സുൽപാസ് അങ്കിളും ഇല്ല, അവരുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ചെവിലപ്പം കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറയട്ടെ, ഈ കൂടുതൽ ജനം പൊക്കുമ്പോ സ്തോത്രം ഉടനെ മനസ്സിലാക്കണം, ഇത് കാല് വാരാൻ വേണ്ടിയാ. 2 പേർക്ക് മാത്രം മനസ്സിലായി. താങ്ക് യു, ഹല്ലേലൂയ, സ്തോത്രം. കൂടുതൽ ജനം പൊക്കുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, അതെ, കാല് വാരാൻ വേണ്ടിയാണ്. ഈ കൂടുതൽ കൊനിയുമ്പോ മനസ്സിലാക്കണം, സ്തോത്രം, എന്തോ കുഴപ്പമുണ്ട്. ദൈവത്തിന്റെ സഭയിൽ ദൈവദാസന്മാർക്ക് ഫാൻസ് അല്ല വേണ്ടിയത്. ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ ദാസന്മാർക്ക് ഫ്രണ്ട്സ് ആണ് വേണ്ടിയത്. ആരാണ്ട് തിരുവനന്തപുരത്ത് ഇന്ന് രാത്രി എന്നെ തുറച്ചു നോക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്തോത്രം. അതെ, ലൂസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ ഉള്ളവനെ പൗലോസ് സൗഖ്യമായപ്പോ കുഞ്ഞെ പട്ടണം ഇളകി പൂച്ചണ്ട് കൊണ്ടുവന്ന പൗലോസിനെയും ശിലാസിനെയും സ്തോത്രം അതേ മൂടിയെന്ന് തിരുവചനം പറയുന്നു. അതേ വ്യക്തികൾ ഒരു കുഴിയിൽ നിന്റെ കൂടെ ചാകുമെന്ന് പറഞ്ഞവർ, ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുമെന്ന് പറഞ്ഞവർ, അയ്യോ നിന്റെ ഭാര്യയേക്കാൾ നിന്നോട് കൂടെ അടുത്ത് ജീവിക്കുമെന്ന് പറഞ്ഞ സഹോദരന്മാര്, കുടുംബങ്ങള്, ഒരു ക്രൈസിസ് വന്നപ്പോ പൂമാല തന്നവർ അടുത്ത പാരഗ്രാഫിൽ പറയുന്നു, അവർ രോഷാകുലരായി അവരെ പൂമാലയെടുത്ത് അതേ കയ്യിൽ അവർ കല്ലെടുത്ത് പൗലൂസ് എന്ന മനുഷ്യനെ എറിവാൻ തുടങ്ങി. ഉയരം കുറഞ്ഞ് ഉള്ളുകൂനി ഒരു ഫീബിൾ മാൻ, ബലഹീനനായ മനുഷ്യൻ. സുൽപാസ് അവര് മിണ്ടുന്നില്ല, ദൂത് മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. അവര് മിണ്ടുന്നില്ല. എന്തൊരു ശാന്തത. ഹല്ലേലൂയ. ദേഷ്യമുള്ള എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കുറച്ച് പേരുണ്ട്. അവരെ ദേഷ്യം പോകട്ടെ, ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. താങ്ക് യു. സോ ഉയരം കുറഞ്ഞ് ഉള്ളു കൂനിയ ആ ഫീബിൾ മനുഷ്യൻ, ഉയരം കുറഞ്ഞ ഉള്ളു കൂനിയ മനുഷ്യൻ പൊട്ടണം മുഴുവൻ കൊല്ലറിഞ്ഞ. അയ്യോ പാഹം പുള്ളി ആടി കാണും, രക്തം വരിക, മുട്ടുകുത്തി കാണും, പിന്നെ വീണ് കാണും. ഇങ്ങനെയാണ് തിരുവചനത്തിൽ കാണുന്നത്. ആ പട്ടണത്തിന്റെ ചണ്ടിക്കൂമാരങ്ങളിലേക്ക് വേസ്റ്റ് കൂട്ടുന്ന സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് കാലിന് വലിച്ചിട്ട് പോയി. കാരണം പുള്ളി മരിച്ചു പോയെന്ന് വിചാരിച്ചു. പുള്ളി ചത്തുപോയി. സ്തോത്രം. അവനെ കല്ലെറിഞ്ഞ് ഞങ്ങളവനെ ഒതുക്കിയെന്നേ.
ഞങ്ങളും ആ ലൂസിഫറും കൂടെ അവനങ്ങ് ഒതുക്കിയെന്നേ. ശരീരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവനായി പട്ടണത്തിലെ ചവറ്റ് കൂമ്പാരങ്ങളുടെ കൂടെ വേസ്റ്റ് ബോക്സിൽ പുള്ളി ശരീരത്തിൽ ജീവനില്ലാതെ ശരീരത്തിൽ ജീവൻ ആബ്സെന്റായി നിൽക്കുമ്പോൾ ആത്മാവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസന്റായി നിൽക്കുകയാണ്. ഈ ലോകം കല്ലേറ് കൊടുത്തപ്പോൾ താൻ ആത്മാവിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. പകരം ഇതാ സ്തോത്രം, ദൈവത്തിന്റെ വെളിപ്പാടിൽ ആ ദൈവപുരുഷൻ നിറയപ്പെട്ടു. ധൈര്യമായിരിക്ക. ലോകം നിനക്ക് തിന്മ തരുമ്പോൾ സ്വർഗത്തിന്റെ വെളിപ്പാടിന്റെ ചേംബർ നിനക്കായി തുറക്കപ്പെടുകയാണ്. കൈയടിക്കുന്ന നേരെ കൈയടിക്കണം പ്ലീസ്. ഓഹോ, എല്ലാ തോൽവികൾക്കും സ്തോത്രം. പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. അതുകൊണ്ട് ലോകം നിനക്ക് തരുന്ന എല്ലാ തിന്മകൾക്കും, ലോകം നിനക്കെതിരെ പറയുന്ന എല്ലാ അപവാദങ്ങൾക്കും, ലോകം നിനക്കെതിരെ ഒരുക്കുന്ന എല്ലാ സ്തോത്രം പ്രതിസന്ധിക്കായി തല ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. ലോകം തിന്മ തരുമ്പോൾ ദൈവം അതിനെ നന്മയാക്കുന്നവനാണ്. തുടർന്ന് ദൈവത്തിന്റെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒരുവനായി പൗലോസിനെ ആക്കി തീർത്തത് ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പാടത്രേ. വെളിപ്പാട്. ശബ്ദമുയർത്തി പറഞ്ഞാന്റെ വെളിപ്പാട്. സ്തോത്രം. 4 പേരെ തൊട്ട് പറ, ഈ ദിവസങ്ങൾ പ്രാപിക്കണം. പെട്ടെന്ന് പറഞ്ഞേ, ഈ ദിവസങ്ങൾ പ്രാപിക്കണം. വെളിപ്പാട് പ്രാപിക്കണം. എങ്ങനെ ബാംഗ്ലൂരിനെ പിടിക്കാം, എങ്ങനെ കർണാടകയെ തുറക്കാം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എങ്ങനെ ബാംഗ്ലൂരിനെ പിടിക്കാം, എങ്ങനെ കർണാടകയെ തുറക്കാം, എങ്ങനെ പഞ്ചാബിനെ നേടാം, എങ്ങനെ മഹാരാഷ്ട്രയെ മുട്ടുമടപ്പിക്കാം, എങ്ങനെ ബേ ഓഫ് ബംഗാളിന്റെ കരയിൽ കിടക്കുന്ന ദേശങ്ങളെ ആത്മാവിന്റെ തീ കൊണ്ട് ആക്കി തീർക്കാം, എങ്ങനെ ഡൽഹിയെ ദൈവത്തിന്റെ തീ ഇറക്കാം, എങ്ങനെ കാശ്മീരിൽ ദൈവത്തിന്റെ നീഹാരത്തെ വിതറാം, ദൈവത്തിന്റെ കൃപയാൽ എങ്ങനെ യൂറോപ്പിൽ സഭകളെ സ്ഥാപിക്കാം, എങ്ങനെ ലോക രാജ്യങ്ങളെ ദൈവത്തിന്റെ കൃപയിൽ കൊണ്ടുവരാം. ഈ നാളുകൾ ദൈവത്തിന്റെ സെറ്റ് ഓഫ് വെളിപ്പാടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ത്യൻ ചർച്ച് വേൾഡ് ഇവാഞ്ചലിസത്തിന് വേണ്ടി, ലോക സുവിശേഷീകരണത്തിന് വേണ്ടി സ്തോത്രം, ദൈവത്തിന്റെ സഭ ഈ നാളുകളിൽ അതേ ദൈവത്തിന്റെ വെളിപ്പാടിനെ പ്രാപിക്കട്ടെ. സന്തോഷമുള്ള എല്ലാവരും ശക്തിയോടെ ഒരാമയം പറഞ്ഞേ. നിനക്കാവശ്യം ഡോളറല്ലെന്ന്, നിനക്കാവശ്യം ഭദ്രാസനവും സിംഹാസനവുമല്ല, നിനക്കാവശ്യം ഈ തലമുറയ്ക്ക് ദൈവത്തിന്റെ വെളിപ്പാടത്രേ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ വെളിപ്പാട്, അപ്പോസ്തലന്മാരുടെ ഉൾപ്രാപണം, ആ ഉൾപ്രാപണത്തിലാണ് അവർ വെളിപ്പാട് പ്രാപിച്ചത്. അത് യോഹന്നാനാകട്ടെ, അത് പൗലോസ് ആകട്ടെ, ഇന്നും നീ ഒരു യഥാർത്ഥ അപ്പോസ്തലനാണെങ്കിൽ ഈ അനുഭവം ഈ ശരീരത്തിലിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ദാഹിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, പ്രാപിച്ചിട്ടില്ലാത്തത്, കണ്ടിട്ടില്ലാത്തത്, പരിചയമില്ലാത്തത്, വായിച്ചിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്, കർത്താവേ എന്റെ ജീവിതത്തിൽ അവിടുന്ന് പകരണമേ. അപ്പോസ്തലന്മാരുടെ ഉൾപ്രാവണം. എനിക്കൊരു 10 മിനിറ്റ് കൂടെ തരുമെന്ന് പറയുന്നവർ കാര്യങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. താങ്ക് യു. വിത്തിൻ മാക്സിമം 10 മിനിറ്റ്സ്. ദൈവത്തോട് കൂടെ നടക്കുന്നവർക്കാണ് ഉൾപ്രാവണം. കാത്തിരിക്കുന്നവനാണ് സ്തോത്രം. അതെ, ദൈവത്തോട് കൂടെ നടക്കുന്നവർക്കാണ് ഉൾപ്രാവണം. സ്തോത്രം. ഒരുങ്ങിയിരിക്കുന്നവനാണ് ഉൾപ്രാവണം, കാത്തിരിക്കുന്നവനാണ് ഉൾപ്രാവണം, ജയിച്ചവനാണ് ഉൾപ്രാവണം. വെളിപ്പാടുള്ളവൻ, കർത്താവ് വരുമെന്നുള്ള വെളിപ്പാടുള്ളവനാണ് ഉൾപ്രാവണം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. 6ാമത്തെ ഉൾപ്രാവണം നമ്മുടെ ഉൾപ്രാവണം. 6ാമത്തെ ഉൾപ്രാവണം റോഷ ഷാമ. അർത്ഥം സ്തോത്രം, കാഹളോത്സവം. കാഹളം ധ്വനിക്കും. 1 കൊരിന്ത്യർ ലേഖനം 15:52. 1 കൊരിന്ത്യർ 15:52. ബ്രദർ, ആ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 15:52. 1 കൊരിന്ത്യർ 15:52. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മൾ രൂപാന്തരപ്പെടും. പറഞ്ഞാട്ടെ ആമേൻ. ഹല്ലേലൂയ.
We are going to transform. സ്തോത്രം, നമുക്കൊരു രൂപാന്തരമുണ്ട്. എപ്പോഴാണ് ആ രൂപാന്തരം വരുന്നത്? വീണ്ടും 1 തെസ്സലോനിക്കർ ലേഖനം 4-ാം അധ്യായം 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദം, 2 പ്രധാന ദൂതന്റെ ശബ്ദം, 3 ദൈവത്തിന്റെ കാഹളധ്വനി, 3 ശബ്ദത്തോടുകൂടി അവൻ കടന്നു വരുമ്പോൾ 3 ശബ്ദം മധ്യാകാശത്തിൽ ധ്വനിക്കും. 3 കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. 2 ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. 3 ഒരുമിച്ച് എടുത്തുകൊള്ളപ്പെടും. കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ഹല്ലേലൂയ പറ. One of these days, ഈ ദിവസങ്ങളൊന്ന് അത് സംഭവിക്കാൻ വേണ്ടി പോകുകയാണ്. അത് സംഭവിക്കുന്നതായ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് 10,000-കണക്കിന് വ്യക്തികൾ അപ്രത്യക്ഷമാകും. കർണാടകയിൽ നിന്ന് 10,000-കണക്കിന് ജനം സ്തോത്രം അപ്രത്യക്ഷമാകും. ഇന്ത്യയിൽ നിന്ന് ലക്ഷങ്ങൾ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനം ഈ രാജ്യത്ത് നിന്ന് കാണാതാകാൻ പോകുന്നു. അതേ സ്തോത്രം, ലോക രാജ്യങ്ങളിൽ നിന്ന്, എല്ലാ ദ്വീപുകളിൽ നിന്ന്, പർവ്വത പ്രദേശങ്ങളിൽ നിന്ന്, തിരക്കുള്ള നഗരങ്ങളിൽ നിന്ന്, അതേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശുദ്ധന്മാർ കർത്താവിന്റെ സന്നിധിയിൽ എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി പോകുന്ന ഒരു അവിശ്വാസിയായ ഒരു വ്യക്തി വിശ്വാസിയോട് പെട്ടെന്ന് ഇതാ സംസാരിച്ചിട്ട് നിൽക്കുമ്പോൾ കാഹളം ധ്വനിക്കും. കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ, കണ്ണിമയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഞെടിക്ക് 10-1 സമയം, ഒരു സെക്കൻഡിന് 10-1 സമയം, ഒരു സെക്കൻഡിന് 10-1 സമയമാകുമ്പോൾ ഈ പുള്ളി പോയി. ആ പുള്ളി എവിടെ പോയി? മുൻപിൽ നിന്ന് അവൻ അപ്രത്യക്ഷമായി. ഇവൻ നിലവിളിക്കുമ്പോൾ അവൻ കേൾക്കും ചുറ്റുപാടുള്ള വീടുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും, അയ്യോ ആ പുള്ളി എന്തിയെ, അവരെന്തിയെ, ആ സ്ത്രീ എന്തിയെ, ആ കുഞ്ഞെന്തിയെ എന്ന് പറഞ്ഞ ആൾക്കാർ മുഴുവൻ നിലവിളിക്കുകയാണ്. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും ഇതാ കാണാതെ പോയേ എന്ന് പറഞ്ഞ് ഭയങ്കരമായി നിലവിളിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഡ്രൈവർ പോയേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഓടിക്കൊണ്ടിരുന്നതായ യഹോവ എന്റെ ഇടയൻ എന്ന പേരുള്ളതായ പെന്തിക്കോസുകാരന്റെ ഓട്ടോറിക്ഷയിൽ സ്തോത്രം കയറി അവന് 5 രൂപ കുറച്ചേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് സ്തോത്രം പരമപാപിയായി പിന്നിലിരിക്കുന്നവനുണ്ടല്ലോ. കാഹളം ധരിക്കുമ്പോൾ ഡ്രൈവർ പോയി. അതുകൊണ്ട് ഇന്ന് രാത്രി പേടിച്ചെങ്കിലും രക്ഷിക്കപ്പെട. നടുവടിഞ്ഞ് അംഗവൈകല്യം വന്ന അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയാകാതെ ഇന്ന് രക്ഷാദിവസം, ഇന്ന് സുപ്രസാദകാലം, ഇന്ന് രക്ഷാദിവസം, ഇന്ന് സുപ്രസാദകാലം. ഹല്ലേലൂയ, സ്തോത്രം. അതേ, ആയിരക്കണക്കിന് ആക്സിഡന്റ് പകലാണ് കർത്താവ് വരുന്നതെങ്കിൽ, ഇന്ത്യയിൽ ടൈം പകലാണ് വരുന്നതെങ്കിൽ 10,000-കണക്കിന് ആക്സിഡന്റ് നമ്മുടെ റോഡുകളിൽ ഉണ്ടാകും. സ്തോത്രം. ഡ്രൈവർ ഇല്ലാതെ വണ്ടികൾ ഓടുന്നു, അവ കുഴിയിൽ വീഴുന്നു, അവർ മറ്റു വാഹനങ്ങളുമായി ഇടിക്കുന്നു. മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആക്സിഡന്റ്സ് ആയിരിക്കും അന്ന്. പ്ലെയിനുകൾ ക്രാഷ് ചെയ്യും, സ്തോത്രം. കപ്പലുകൾ മുക്കപ്പെടും, അതേ ട്രെയിനുകൾ പാളം തെറ്റും. കാരണം ഈ ലോകം നിലനിൽക്കുന്നത് ഇവിടെ കുറച്ച് രാഷ്ട്രീയ കോമരങ്ങൾ ഉള്ളത് കൊണ്ടല്ല, ഭൂമിയുടെ ഉപ്പാകുന്ന, ലോകത്തിന്റെ വെളിച്ചമാകുന്ന ദൈവത്തിന്റെ സഭ ഉള്ളത് കൊണ്ടാണ്. ഓഫീസിൽ നിന്ന് സ്തോത്രം മദ്യപിച്ച് മതം തെറ്റാൻ ഇരിക്കുന്നതായ ഭർത്താവ് പ്രാർത്ഥിക്കുന്ന ഭാര്യയെ തല്ലാൻ പെട്ടെന്ന് ഓടി വന്ന് വീട്ടിനകത്ത് നോക്കും, അവളില്ല. പുള്ളി ചുറ്റും നടന്ന് നോക്കും, നീ എവിടെ. പിന്നെ അവളുടെ സ്തോത്രം ഫോണിൽ വിളിക്കും, 944 അവളെ ഫോണിൽ വിളിക്കും. അപ്പോൾ മറുവശത്തിരിക്കുന്ന മറ്റേ പെണ്ണും പിള്ള പറയും, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, അവൾ ഇനി ഒരു കാലത്തും പ്രതികരിക്കാൻ പോകുന്നില്ല, അവൾ ഇനി ഒരു കാലത്തും പ്രതികരിക്കത്തില്ല. കമാൺ. അവൾ ഇനി ഒരു കാലത്തും പ്രതികരിക്കത്തില്ല. അവള് പോയി. പ്രാർത്ഥിക്കുന്ന കുഞ്ഞു പോയി. നിന്റെ മക്കളുണ്ടല്ലോ, അവർ പോയി. ശാപമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ഭൂതമില്ലാത്ത, പോരാട്ടമില്ലാത്ത, സമുദ്രമില്ലാത്ത, ഇരുട്ടില്ലാത്ത നിത്യതയിൽ അവർ പോയി. യേശുവിന്റെ നാമത്തിൽ എല്ലാ സ്തോത്രം ചാനലുകൾ, ടെലിവിഷൻ ചാനലുകൾ അവരുടെ റെഗുലർ പ്രോഗ്രാം അതേ നിർത്തി വെച്ചിട്ട് അവർ ഡിസ്കസ് ചെയ്യും. ലക്ഷക്കണക്കിന് നമ്മൾ ആൾക്കാരെ കാണുന്നില്ല. സ്തോത്രം. എല്ലാ ചാനലുകൾ ചർച്ച ചെയ്യുകയാണ്. മുഖ്യമന്ത്രി MLA-മാരെ വിളിച്ചുകൂട്ടും, പ്രധാനമന്ത്രിമാർ MP-മാരെ വിളിച്ചുകൂട്ടും. എന്നിട്ട് പറഞ്ഞ ഹമാരാ ദേശവാസിയോ സ്തോത്രം, ഹമാരാ ലോക. ആരാ പറഞ്ഞത് നിന്റെ ലോകെന്ന്? ഇത് അവന്റെ ലോക. Come on, people. Come on. Yeah.
Hallelujah. I won't care. ഓ നീ എന്നെ തീഹാർ ജയിലിൽ പിടിച്ചിട്ടാലും ഞാൻ സ്തുതിക്കുമേ നിന്റെ ജയിലിൽ പള്ളി ഉണ്ടാക്കാൻ എന്നിൽ പുതപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ നമ്മൾ അവന്റെ ജനമാ. നമ്മൾ അവന്റെ 4 പേരെ തൊട്ട് പറ, നമ്മൾ അവന്റെ ജനമാ. നമ്മൾ ഇപ്പോൾ നടക്കുന്നു, സുവിശേഷത്തിന് വേണ്ടി ഓടുന്നു. ഇനി ഒരു ദിവസം നമ്മൾ പറക്കുവാൻ പോകുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ബെഥലേജിയെ പറഞ്ഞത്, നീ കിടക്കത്തില്ലെന്നാ പറഞ്ഞത്. എല്ലാ കിടരോഗങ്ങളെ കെട്ടുകൾ അഴിയട്ടെ. Come on. ഓ എല്ലാ കിടരോഗങ്ങളെ ശാസിക്കുന്നു. എല്ലാ കിടരോഗങ്ങളെ കെട്ടുകൾ അഴിയട്ടെ. കമാൺ, എല്ലാ കിടരോഗങ്ങളെ കെട്ടുകൾ അഴിയട്ടെ. നീ കർത്താവിന് വേണ്ടി നിൽക്ക്, അവന്റെ നാമത്തിൽ നടക്ക്, അവന് വേണ്ടി നീ ഓട്. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് പറക്കും. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സഭ എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി പോകുന്ന 6ാമത്തെ ഉൾപ്രാവണം. ഒരു കാര്യം കൂടെ പറഞ്ഞു പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകം, സ്തോത്രം, അതെ വെളിപ്പാട് പുസ്തകം, അതായത് സഭയുടെ ഉൾപ്രാവണമാണല്ലോ പറഞ്ഞത്. സഭയുടെ ഉൾപ്രാവണത്തിൽ സങ്കീർത്തനം 50:5 പറയുന്നു, വിശുദ്ധന്മാരാണ് ഉൾപ്രാവണം ചെയ്യുന്നത്. വിശുദ്ധന്മാരുടെ ഉൾപ്രാവണം. ശബ്ദം ഉയർത്തി പറഞ്ഞ വിശുദ്ധന്മാർ. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. സൺഡേ ക്ലബ് അല്ല, ദൈവത്തിന്റെ സഭ. ആമേൻ പറയട്ടെ. നിന്റെ നോട്ടം വിശുദ്ധമാകട്ടെ, നിന്റെ വാക്ക് വിശുദ്ധമാകട്ടെ, നിന്റെ ഫോൺ വിശുദ്ധമാകട്ടെ, നിന്റെ ഫേസ്ബുക്ക് വിശുദ്ധമാകട്ടെ, നിന്റെ വാട്സപ്പ് വിശുദ്ധമാകട്ടെ, നിന്റെ ഫ്രണ്ട്ഷിപ്പ് വിശുദ്ധമാകട്ടെ. ഇന്ന് രാത്രി തട്ടിക്കളാ ഗേൾ ഫ്രണ്ടിനെ, ഇന്ന് രാത്രി ഉടച്ചുകളാ ആ ബോയ് ഫ്രണ്ടിനെ, ഇന്ന് രാത്രി ജഡത്തിൽ നിന്ന് പുറത്തു വാ. ഇന്ന് രാത്രി അവൾക്ക് അവസാനത്തെ SMS, അവന് അവസാനത്തെ SMS അയക്ക്, അവൾക്ക് അവസാനത്തെ സ്തോത്രം, അതെ അവസാനത്തെ വാട്സപ്പ് സന്ദേശിക്ക്. എന്നിട്ട് പറ, എനിക്ക് കത്തുന്ന ഭൂതങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കത്തുന്ന നരകത്തിൽ വീഴാൻ എനിക്ക് താല്പര്യമില്ല. വിശുദ്ധന്മാരെ ചേർപ്പാൻ പെന്തിക്കോസുകാരെയല്ല, വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു വേഗം വരുന്നു. ഹല്ലേലൂയ. വിശുദ്ധം. അവനോട് കൂടെ നടക്കുന്നവർ, കർത്താവിനോട് കൂടെ നടക്കുന്നവരാണ് സ്തോത്രം എടുത്തുകൊള്ളപ്പെടുന്നത്. ഒരുങ്ങിയിരിക്കുന്നവരാണ്, കാത്തിരിക്കുന്നവരാണ്. സ്തോത്രം, അതെ കാത്തിരിക്കുന്നവരാണ്, ജയിക്കുന്നവരാണ്, വിശുദ്ധന്മാരാണ്. ഓ വെളിപ്പാടുകാരാണ് എടുത്തുകൊള്ളപ്പെടുന്നത്. ലാസ്റ്റ്ലി ആൻഡ് ഫൈനലി വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം, 1 മുതൽ 13 വരെ. എല്ലാം മടക്കി വെച്ച വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 13 വരെ. വെളിപ്പാട് 11 1 മുതൽ 13 വരെ. സ്തോത്രം. അയ്യോ സമയം പോയി. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 13 വരെ. അവിടെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. സഭ പോയി, അന്തിക്രിസ്തു വന്നു യഹൂദനെ പീഡിപ്പിക്കുക. പക്ഷെ എന്നും ദൈവത്തിന്റെ ജനത്തെ അവൻ പീഡിപ്പിച്ചു തുടങ്ങിയോ, അന്ന് തലവേദനയായി 2 പേർ വരിക, 2 തലവേദനകൾ വരിക. എടാ, ദൈവമില്ലാത്ത സിംഹാസനവും ഭദ്രാസനവും പിടിച്ചാൽ സ്വസ്ഥമായി നീ ഇരിക്കത്തില്ല. ദൈവം തരുന്ന അനുഗ്രഹത്തിൽ സന്തോഷമുണ്ടെങ്കിൽ ദൈവമില്ലാത്തതിൽ സ്വസ്ഥതയില്ല. ദാനിയേൽ സിംഹക്കുഴിയിൽ വീണു, ദാര്യാവേശിന് ഉറക്കം പോയി. ഓ കമാൺ, പുസ്തകം വായിച്ചാലേ അതിന് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ദാനിയേൽ സിംഹക്കുഴിയിൽ വീണു, ദാനിയേൽ സുഖമായി സ്തോത്രം സിംഹത്തെ തലയണയാക്കി സ്തോത്രം അവൻ ഉറങ്ങിയാണ്. സിംഹത്തെ തലയണയാക്കി ഉറങ്ങി ആരെങ്കിലും കാണത്തില്ല. സ്തോത്രം, അതെ ദാനിയേൽ സുഖമായി ഉറങ്ങിയാണ്. പക്ഷെ ദാര്യാവേശിന് പട്ടുമെത്തയിൽ കിടന്നിട്ട് അവന് ഉറക്കമില്ല. എക്സാക്ട്ലി ദ സെയിം മാനർ. സ്തോത്രം, അന്തിക്രിസ്തു യഹൂദനെ ഉപദ്രവിക്കും. സ്തോത്രം, ചരിത്രവുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ യെരൂശലേം സ്തോത്രം ഇസ്രായേലിന്റെ സദർ പാർട്ടിലൂടെ ഇന്നത്തെ യോർദാൻ എന്നറിയപ്പെടുന്നതായ രാജ്യത്തിലേക്ക് അവർ ഓടിപ്പോകും. ഹിസ്കിയാ രാജാവിന്റെ കാലത്ത് ഓടിപ്പോയതുപോലെ സദാൻ പാർട്ടിലൂടെ അവർ ഓടിപ്പോകും. എന്നിട്ട് അവർ ഒളിച്ചു പാർക്കും. എവിടെ? പെട്ര എന്നറിയപ്പെടുന്ന സ്ഥലത്ത്. That is history. അത് നടക്കുവാൻ പോകുകയാണ്. പെട്രയിൽ യഹൂദന്മാർ ഈ ദിവസങ്ങളിൽ പല ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കാരണം അവർക്കറിയാം, സഭ അറിയുന്നതിനേക്കാൾ അവർക്ക് സ്തോത്രം നന്നായിട്ട് അറിയാം, മെസ്സിഹ വരാറായി. പക്ഷെ അതിന് മുൻപ് ആ 60 ലക്ഷം യഹൂദന്മാരെ പണ്ട് ഹിറ്റ്ലർ കൊന്നുകളഞ്ഞതുപോലെ വലിയൊരു പീഡയിലൂടെ സ്തോത്രം അതെ ഞങ്ങൾ കടന്നു പോകേണ്ടി വരും. ഞങ്ങൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഇന്ന് വൈകിട്ടത്തെ ഹോട്ട് ന്യൂസായി സ്തോത്രം അങ്കിൾ പറഞ്ഞു, സ്തോത്രം അതെ സിറിയയിലൂടെ റഷ്യയുടെ
ടാങ്കറുകൾ ഓടുകയാണ്. റഷ്യൻ ടാങ്കറുകൾ സിറിയയിലൂടെ ഇന്ന് വൈകിട്ട് 5:20 മുതൽ ഓടി തുടങ്ങുകയാണ്. സിറിയ കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്നത് സ്തോത്രം ഇസ്രായേലാണ്. വ്ളാഡിമിർ പുടിന്റെ ടാങ്കറുകൾ സ്തോത്രം കിലോമീറ്റർ അകലെ ഇസ്രായേലി ബോർഡറിന് അരികിൽ വന്നു കഴിഞ്ഞു. സ്തോത്രം അതെ, ഏത് നേരവും യഹൂദന്റെ നേരെ ചാടി വീഴുവാൻ സൈന്യങ്ങൾ ഇതാ യെരൂശലേമിനെ ചുറ്റുവാൻ സമയം അടുത്തിരിക്കുന്നു. മനസ്സിലാക്കുന്നു? ആമേൻ പറഞ്ഞേ. വടക്കേ അറ്റത്ത് നിന്ന് ഈ ആക്രമണങ്ങൾ വരുമ്പോൾ തെക്കേ വശത്തുകൂടെ അവരിതാ പെട്രയിലേക്ക് ഓടിപ്പോകും. അപ്പോഴിതാ 2 പേർ വരികയാണ്. ഹനോക്കും ഏലിയാവും ആകാം എന്ന് മിക്കവാറും തിയോളജിയൻസ് പറഞ്ഞു വരുന്ന സ്തോത്രം അതെ, 2 നിലവിളക്കുകൾ, 2 ഒലിവൃക്ഷങ്ങൾ. മോശയും ഏലിയാവും എന്ന് പറയുന്നവരും സ്തോത്രം വിരളമല്ല. പക്ഷെ അതല്ലല്ലോ നമ്മുടെ വിഷയം. ആ 2 നിലവിളക്കുകൾ, 2 ഒലിവൃക്ഷങ്ങൾ അവരിതാ കടന്നു വരികയാണ്. അവരെ സ്തോത്രം 3.5 വർഷത്തിനിടയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അന്തിക്രിസ്തുവിന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്കിളെ അല്ലെങ്കിൽ ബ്രദറെ, ഒറ്റ വെടിക്കവരെ കൊല്ലാത്തത് എന്താണ്? അതെ, ഒരു ശുശ്രൂഷ ഉള്ളവനെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല. അന്തിക്രിസ്തുവിന്റെ കസ്റ്റഡിയിലാണ് എല്ലാ തോക്കും, അന്തിക്രിസ്തുവിന്റെ കസ്റ്റഡിയിലാണ് എല്ലാ മിസൈലും, അന്തിക്രിസ്തുവിന്റെ കസ്റ്റഡിയിലാണ് എല്ലാ ബോംബും, എല്ലാ ആയുധങ്ങളും. രാസായുധങ്ങളായിരിക്കാം, ജൈവായുധങ്ങളായിരിക്കാം, അണ്വായുധങ്ങളായിരിക്കാം. പക്ഷേ എന്റെ ദൈവം അറിയാതെ നിന്റെ തലയിൽ നിന്ന് ഒരു രോമങ്ങൾ പോലും ഒരിക്കലും വീഴുകയില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് ഹൈഫൈ കൊടുത്തു പറ, എന്റെ നേരം അവന്റെ കയ്യിലാണ്. പറഞ്ഞേ, എന്റെ നേരം എന്റെ കർത്താവിന്റെ കയ്യിലാണ്. ഉറങ്ങിയിരിക്കുന്നവരെ തട്ടി എണീപ്പിച്ചു പറ, എന്റെ നേരം സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിന്റെ കയ്യിലല്ല, ഓപ്പറേഷൻ ടേബിളിലല്ല. എന്റെ നേരം, എന്റെ കാലങ്ങളെ നിർമ്മിച്ചവന്റെ കയ്യിലത്രേ എന്റെ നേരം ഇരിക്കുന്നത്. 2 കരങ്ങളെ അടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. വേദപുസ്തകം പറയുന്നു, റോഷശാന സ്തോത്രം അത് 7ാമത്തെ ഉൾപ്രാപണം. ആ 2 നിലവിളക്കുകളുണ്ടല്ലോ, 2 സാക്ഷികളുണ്ടല്ലോ. ഇങ്ങനെയാണ് ബൈബിൾ കൃത്യമായി എഴുതിയിരിക്കുന്നത്. അവരുടെ സാക്ഷ്യം തികച്ച ശേഷം, അവിടെ സാക്ഷ്യം തികച്ച ശേഷം പറഞ്ഞേ, എന്താണ് അവരുടെ സാക്ഷ്യം തികച്ച ശേഷം? അവരുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന ദുഷ്ടമൃഗം, അതായത് അന്തിക്രിസ്തു, അവരെ കൊന്നുകളയുക. ആഴത്തിൽ നിന്ന് കയറി വരുന്ന അന്തിക്രിസ്തു അവരെ കൊന്നുകളയും. ഹ്യൂമിനിറ്റി നിറയപ്പെട്ടതായ കാലത്ത്, ഉഷ്ണം നിറയപ്പെട്ട ദിവസങ്ങളിൽ 3.5 ദിവസം സ്തോത്രം അവിടെ ശവം കിടക്കും. എല്ലാവരും കാണും. 40 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് യെരൂശലേമിൽ കിടക്കുന്ന ശവത്തെ എല്ലാവരും കാണുമെന്ന് പറഞ്ഞാൽ, അയ്യോ അതെങ്ങനെ നടക്കും? ഞങ്ങൾ എല്ലാവരും യെരൂശലേമിൽ പോയി കാണോ? ഇല്ല. ഇന്ന് യെരൂശലേമിൽ ഒരു കാര്യം നടന്നാൽ ലൈവായി നിന്റെ TV-യിലൂടെ നീ കാണുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അയ്യോ നമ്മൾ കാണുമല്ലേ എന്ന് നീ പറയുന്നെങ്കിൽ ഞാൻ കാണത്തില്ല. ഞാൻ കാണത്തില്ല. ഞാൻ റിമോട്ട് കൺട്രോളും പിടിച്ച് ചാനൽ 1, ചാനൽ 2, ചാനൽ 3 എന്ന് പറഞ്ഞ് കാണാൻ ഞാൻ കാണത്തില്ല. ഞാൻ അവനെ കാണാം, അവന്റെ മഹത്വത്തെ കാണും. ദൈവസഭ അവന്റെ സന്നിധിയിലായിരിക്കും. കൈവിടപ്പെട്ടവർ കാണും. അന്ന് നീ ഓർക്കും, പാപിയേ, അന്ന് നീ ഓർക്കും ഈ ഉള്ളവൻ പറഞ്ഞത്. കിടക്കുന്നു 2 ശവം. CNN, ABC, NBC, ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, സകല ചാനലുകളും ലൈവായി കാണിക്കും. സ്തോത്രം. ലൈവായി 3.5 ദിവസം കിടക്കും. വാച്ച് നോക്കിക്കോ, അന്ന് വാച്ച് നോക്കിയോ. 3.5 ദിവസമാകുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കും, ഇവിടെ കയറി വരുവേ. 3.5 ദിവസമാകുമ്പോൾ സ്തോത്രം സമ്മാനം കൊടുത്തുവിടുന്നവർ, പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാരെല്ലാം നോക്കിയിരിക്കുമ്പോൾ ലോകത്തിലുള്ളതായ സകല ജീവജാലങ്ങൾക്കും ജീവന്റെ ദാതാവാകുന്ന കർത്താവിന്റെ ജീവന്റെ ശക്തി 2 സാക്ഷികളുടെ മേൽ വന്ന് ഇറങ്ങിയിട്ട് അവർ ജീവനുള്ളവരായി എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ ചാനലും ലൈവായി കാണുകയാണ്. ലോകം മുഴുവൻ കാണുകയാണ്. പ്രസിഡന്റിനെ പ്രധാനമന്ത്രി വിളിച്ചു കാണിക്കുന്നു. അന്തിക്രിസ്തു നോക്കുമ്പോൾ ദൈവം ശക്തനല്ല, ദൈവം സർവശക്തനത്രേ. ഹല്ലേലൂയ. സർവശക്തന്റെ ജീവൻ 2 സാക്ഷികളെ മേൽ ഇറങ്ങി വന്നിട്ട് ഇവിടെ കയറി വരുമെന്നുള്ള ശബ്ദത്തിൽ അവരിതാ കയറിപ്പോയി. 7ാമത്തെ ഉൾപ്രാപന. അർത്ഥം വെറുതെ കയറിപ്പോയില്ല, ശുശ്രൂഷ തികച്ചിട്ട് കയറിപ്പോയി. സുൽപാസ്രേ, നമുക്ക് പോണം. എപ്പോഴാണ്? ശുശ്രൂഷ തികച്ചിട്ട് പോകണം. ശുശ്രൂഷ തികച്ചിട്ട് പോകണം. മതി, എഴുന്നേറ്റ് ശുശ്രൂഷ തികച്ചിട്ട് പോകണം. വെറുതെ അല്ല കയറിപ്പോകേണ്ടത്. ദൈവം ലോക സ്ഥാപനത്തിന് മുൻപേ നിന്നെ കണ്ടു എങ്കിൽ, ദൈവം നിന്നെ വിളിച്ചു എങ്കിൽ, ദൈവം നിന്നെ അഭിഷേകം ചെയ്തു എങ്കിൽ, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തീർത്തിട്ട് പോകണം. ഒരിക്കൽ കൂടെ, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തീർത്തിട്ട് പോകണം. ഒരിക്കൽ കൂടെ, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യേണ്ടത് പോലെ ചെയ്ത് തീർത്തിട്ട് പോകണം. അടുത്തിരിക്കുന്ന 2 പേര് തൊട്ട് വേഗത്തിൽ പറഞ്ഞോട്ടെ, ചെയ്ത് തീർത്തിട്ട് പോകണം. പെട്ടെന്ന് പറ.
ചെയ്ത് തീർത്തിട്ട് പോണം, ചെയ്ത് തീർത്തിട്ട് പോണം. ഓ, ആ കൊയ്ത്ത് തീർത്തിട്ട് വേണം പോകേണ്ടത്. ഗാലറിയിൽ ഇരുന്നിട്ട് വേറൊരുത്തൻ കൊയ്യുന്നതല്ല നീ കാണേണ്ടത്. നിന്റെ പേരിലൊരു കൊയ്ത്തുണ്ടെങ്കിൽ, നിന്റെ പേരിലൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മാക്സിമം അവസാനത്തെ പ്ലാറ്റ്ഫോമും ദൈവത്തിന്റെ ബോൾനെസ്സിൽ, ദൈവത്തിന്റെ ഹോളിനെസ്സിൽ, ദൈവിക ധൈര്യത്തിൽ, ദൈവിക വിശുദ്ധിയിൽ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തീർത്തിട്ട് വേണം പോകാൻ. കാര്യങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. വേദപുസ്തകം പറയുന്നു, ആ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തീർത്തിട്ട് ഒരു ദിവസം അവന്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ എന്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കാം, വിശ്വസ്തദാസനെ, വിശ്വസ്തദാസിയെ. എത്ര പേർ കേൾപ്പാൻ കൊതിക്കുന്ന? ഏതോ വെസ്റ്റേൺ മ്യൂസിക് അല്ല, ഏതോ മറ്റേതോ മനുഷ്യ ശബ്ദമല്ല. ഒരു ദിവസം അവന്റെ സിംഹാസനത്തിൽ നിൽക്കുമ്പോൾ കണ്ണുനീരിന്റെ നടുവിൽ, വ്യഥയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, നിന്നയുടെ അപമാനത്തിന്റെ നടുവിൽ സുവിശേഷത്തിന് വേണ്ടി പിടിച്ചു നിന്നവരെ, കർത്താവിന് വേണ്ടി വില കൊടുത്തു നിന്നവരെ, നീ എത്ര നാൾ കരഞ്ഞെന്ന് നിനക്കറിയില്ല, എത്ര നാൾ ഉപവസിച്ചെന്ന് നിനക്കറിയത്തില്ല, എത്ര കൊടുത്തെന്ന് നിനക്കറിയത്തില്ല, എത്ര ഓടിയെന്ന് നിനക്കറിയത്തില്ല. മനുഷ്യൻ നിന്നെ മാനിച്ചില്ല, എന്നാൽ രഹസ്യത്തിൽ ചെയ്തവനെ, രഹസ്യത്തിൽ ചെയ്തവനെ, രഹസ്യത്തിൽ ചെയ്തവനെ നിന്നെ പരസ്യത്തിൽ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഓ ഹല്ലേലൂയ. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേര്. ഒരിക്കൽ കൂടെ, പേർ വിളിക്കും നേരം കാണും. എല്ലാവരും പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരു. കണ്ണുനീരൊഴുക്കിയവർ, ഉപവസിച്ചവർ, പ്രാർത്ഥിച്ചവർ, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മക്കൾ ആവശ്യത്തിന് വേണ്ടി വച്ചിരുന്നത്, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ബിൽഡിങ്ങിന് കൊടുത്തവർ, ചർച്ച് ലാൻഡ് വാങ്ങാൻ വേണ്ടി കൊടുത്തവർ. അങ്കിൾ അറിഞ്ഞു കാണത്തില്ല, സ്വർഗം നിന്നെ അറിയുന്നു, സ്വർഗം നിന്നെ അറിയുന്നു. അന്ന് നിന്റെ പേര് വിളിക്കും. സ്തോത്രം. വിത്തിൻ എ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് നീ അവന്റെ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് സകല കോടാനുകോടി വിശുദ്ധന്മാർ ഉടനെ കാണാം. എല്ലാ ദൂതന്മാരവിടെയുണ്ട്. ഹേ, കേട്ടിട്ടില്ലേ? ഓഗസ്റ്റ് മാസം 15-ാം തീയതി പത്മശ്രീയും പത്മഭൂഷൺ പ്രധാനമന്ത്രി കൊടുക്കുന്നു. റിപ്പബ്ലിക് ഡേ ജനുവരി 26-ാം തീയതി പ്രസിഡന്റാണ് സ്തോത്രം പാരിതോഷികങ്ങൾ കൊടുക്കുന്നത്. റിപ്പബ്ലിക് ഡേക്ക് പ്രസിഡന്റും സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രിയും കൊടുക്കുന്നെങ്കിൽ പ്രതിഫലത്തിന്റെ നാളിൽ രാജാതിരാജാവ്, പ്രതിഫലത്തിന്റെ നാളിൽ രാജാതിരാജാവ് അവൻ നിനക്ക് പ്രതിഫലം തരുവാൻ വേണ്ടി പോകുന്നു. രണ്ട് സ്റ്റെപ്പ് ഒന്ന് മുന്നോട്ട് നീങ്ങി വന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് നമ്മെ തന്നെ സമർപ്പിക്കാമോ? സ്തോത്രം. വെറുതെ വരികയാണല്ല ഞാൻ പറഞ്ഞത്. ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ് കം കം കം. എല്ലാ സഹോദരി സഹോദരന്മാർ, because this is not ordinary, this is not light. ഞാൻ വെറുതെ altar call no, slain in the spirit no, മറ്റൊന്നും അല്ല വിളിച്ചത്. Come on, I just call you to stand in the loving hand of Jesus. യേശു കർത്താവിന്റെ സ്നേഹത്തിന്റെ കരത്തിൽ നിന്ന് നീ മുന്നിൽ നിൽക്കുന്ന എല്ലാവരും എന്നെ നോക്കി, എല്ലാവരും നോക്കി, എല്ലാവരും നോക്കി. ഡൽഹിയില് സ്തോത്രം സ്വാതന്ത്ര്യ ദിനത്തിന് അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിന് ഡൽഹിയിൽ സ്തോത്രം അത് ആർക്കെങ്കിലും പത്മശ്രീയോ പത്മഭൂഷണോ ഒക്കെ പോലീസുകാർക്കോ അധ്യാപകർക്കോ അല്ലെങ്കിൽ ആർമി ഓഫീസേഴ്സിനോ ഒക്കെ കൊടുക്കുമ്പോണ്ടല്ലോ അവിടെ കൈയടിക്കാൻ, അവിടെ കൈയടിക്കാൻ. കേൾക്കുന്നോ നിങ്ങള്? കേൾക്കുന്നോ നിങ്ങള്? ശ്രദ്ധിക്കുന്നോ നിങ്ങള്? സ്തോത്രം. അവിടെ കൈയടിപ്പാൻ, അവിടെ കൊള്ളാം കൊള്ളാമെന്ന് പറവാൻ എം പിമാരവിടെ ഉണ്ടായിരിക്കും, മന്ത്രിമാരവിടെ ഉണ്ടായിരിക്കും, ഇന്റർനാഷണൽ ഗസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. ദൈവരാജ്യത്തിന് വേണ്ടി ഓടിയവരെ, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചവരെ കർത്താവിന്റെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ സഭയാകുന്ന, ദൈവത്തിന്റെ ദാസന്മാരാകുന്ന, ദൈവത്തിന്റെ ജനമാകുന്ന നമ്മൾ പ്രതിഫലം വാങ്ങുമ്പോൾ എല്ലാ ദൂതന്മാരവിടെ ഉണ്ടായിരിക്കും. ഗബ്രിയേല്, മിഖായേല്, സകല ദൂതന്മാർ കാണാം, സകല വിശുദ്ധന്മാരും കാണാം. ഹാബേൽ അവിടെയുണ്ട്. നമ്മളിപ്പോ കേട്ട ഹാനോക്ക് അവിടെയുണ്ട്. മറ്റേ പെട്ടകം ഉണ്ടാക്കിയ നോഹ അവിടെയുണ്ട്. മറ്റേ തീയിറക്കിയ
ഏലിയ പുള്ളി അവിടെയുണ്ട്. മറ്റേ പുതപ്പ് ചുറ്റി യോർദാൻ കടന്ന എലീശ അവിടെയുണ്ട്. മറ്റേ സിംഹത്തിന്റെ സിംഹ ഗുഹയിൽ കിടന്ന കൂർക്കം വലിച്ച ദാനിയേൽ അവിടെയുണ്ട്. മറ്റേ ഇസ്രായേലിന്റെ മധുര ഗായകൻ എല്ലാം മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. ദാവീദ് സങ്കീർത്തനം എഴുതിയ ആ പുള്ളി ദാവീദ് അവിടെ ഉണ്ടായിരിക്കുക. മറ്റേ ആദ്യത്തെ 5 പുസ്തകം എഴുതിയ വിക്കൻ പ്രവാചകനായി മോശ അവിടെ. ഇന്ന് രാത്രി ഇതുപോലെ മുഴുവൻ പറഞ്ഞു വെക്കാം. ഇവരെല്ലാം അവിടെയുണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നാൽ മറ്റേ മറുരൂപമലയിലേക്ക് കയറിപ്പോയ 3 പേര്, പിതാമ്പുത്രൻ പരിശുദ്ധാത്മാവോ, കമോൺ, ഓ ഗോഡ്. മറുരൂപമലയിലേക്ക് കയറിപ്പോയ 3 പേര്, പത്രോസ്, യാക്കോബ്, യോഹൻ, അവരവിടെയുണ്ട്. അക്കുല്ല, പുള്ളിയുടെ ഭാര്യയുടെ പേര് പ്രിസില്ല, അവരെവിടെയുണ്ട്. തീത്തോസ്, തീമത്യോസ് അവരെവിടെയുണ്ട്. പൗലോസ്, ശീലാസ് അവരെവിടെയുണ്ട്. സകല വിശുദ്ധന്മാരെവിടെയുണ്ട്. എല്ലാ ദൂതന്മാരും അവിടെയുണ്ട്. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാരും അവിടെയുണ്ട്. പക്ഷെ എല്ലാരും എന്നെ നോക്കിയേ, എല്ലാരും ഇപ്പൊ എന്നെ നോക്കി നിൽക്കുന്ന പോലെ മരിച്ചവരും ജീവിച്ചിരിക്കുന്നതുമായ സകല ദൈവദാസന്മാർ, സകല പാട്ടുകാർ, എല്ലാ വർഷിപ്പ് ലീഡേഴ്സ്, എല്ലാ സോങ് റൈറ്റേഴ്സ്, എല്ലാ പ്രോഫറ്റ്സ്, എല്ലാ ഇവാഞ്ചലിസ്റ്റ്, എല്ലാ അപ്പോസ്റ്റൽ, എല്ലാ പാസ്റ്റർ, എല്ലാ ദൈവമക്കളും സ്തോത്രം ഒരൊറ്റ പോയിന്റിൽ ഒരുവനെ മാത്രം നോക്കി നിൽക്കുക. അവർ നോക്കുന്നത് ഗബ്രിയേലോ മിഖായേലോ ഒന്നുമല്ല. അവർ നോക്കുന്നത് സ്തോത്രം അതെ സെറാഫിലോ ദൂതന്മാരിലോ ഒന്നുമല്ല. അവർ നോക്കുന്നത് ഏതെങ്കിലും അബ്രഹാമേ, ഇസഹാക്കേ, യാക്കോബ്, സ്തോത്രം അതല്ല. കാരണം ഇവർ കാരണമല്ല കത്തുന്ന നരകത്തിൽ നിന്ന് മഹത്വത്തിന്റെ സ്വർഗത്തിലേക്ക് ഞാൻ എത്തിയത്. യോസേഫ് പ്രധാനമന്ത്രിയായെങ്കിൽ അവന് കൊള്ളാം, ദാനിയേൽ ഗവർണറായെങ്കിൽ അവന് കൊള്ളാം. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ പൗരത്വമില്ലാത്തവൻ, ക്രൂശിന്റെ ശത്രുവായിരുന്നവൻ, എന്നെ കത്തുന്ന നരകത്തിൽ നിന്ന് മഹത്വത്തിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചവൻ, നോഹയുടെ പെട്ടകമായി എൻ്റെ ജീവിതത്തിൽ തീർന്നവൻ, കൃപയുടെ ഉപകരണമായി തീർന്നവൻ, ഹല്ലേലൂയ, ദാവീദിന്റെ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് മുളച്ച മുള, ദൈവത്തിന്റെ കുഞ്ഞാട്, ശാരുള്ള പനിനീർ പുഷ്പം, താഴ്വരയിലെ താമരപ്പൂ, അത്ഭുത മന്ത്രി, വീരണം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, അവൻ എൻ്റെ ആൽഫ, അവൻ എൻ്റെ ഒമേഗ, അവന്റെ നാമം സകല നാമത്തെക്കാൾ ഇന്ന് രാത്രി എനിക്ക് ശ്രേഷ്ഠമാണ്. എനിക്കിന്ന് രാത്രി അവനോടാണ് കാര്യമുള്ളത്. എനിക്ക് ഏറ്റവും വലുത് പ്ലാറ്റ്ഫോം അല്ല, പണമല്ല, എനിക്ക് പ്രസിദ്ധിയല്ല. എനിക്ക് ഏറ്റവും ആവശ്യം, എനിക്ക് ഏറ്റവും എൻ്റെ കേന്ദ്ര ബിന്ദു എൻ്റെ കർത്താവാണ്. എൻ്റെ വാക്കിന് പരിമിതിയുണ്ട്, എന്നാൽ അവൻ്റെ സ്നേഹത്തിന് പരിധിയില്ല. ഇന്ന് രാത്രി നമുക്ക് ആരാധിക്കാനും സ്തുതിക്കാനും ഒക്കെ നേരം നമുക്ക് വീട്ടിലാണുള്ളത്. ഈ അന്തരീക്ഷം എല്ലാ ബെഡ്റൂമിലേക്ക് ഇറങ്ങട്ടെ. ഈ മഹത്വം എല്ലാ ഭവനങ്ങളും മൂടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ദിവസങ്ങളൊന്ന് നീ കേട്ടവനെ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുവാൻ വേണ്ടി പോകുന്ന one of these days നീ കാണുവാൻ വേണ്ടി പോകുന്ന അന്ന് നീ ചോദിക്കും, അയ്യോ ഈ മുറിവെന്താണ്? അപ്പൊ മനസ്സിലാക്കണം, സ്തോത്രം, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട അവന്റെ മുറിവുകൾ, അവൻ മുറിവേറ്റത് നിനക്ക് അനുഗ്രഹമായെങ്കിൽ, നിനക്ക് വിടുതലായെങ്കിൽ, ഇന്ന് രാത്രി ദൈവദാസന്മാരെ നോക്കി ഞാൻ പറയട്ടെ, നീ മുറിവേൽക്കുന്നെങ്കിൽ നിന്റെ മുൻപിൽ നിൽക്കുന്ന ആയിരങ്ങൾക്ക് അത് വിടുതലാകുവാൻ വേണ്ടി പോകുന്നു. കാരണം എന്റെ ബൈബിൾ പറഞ്ഞു, അടഞ്ഞ പാത്രങ്ങളെയല്ല ദൈവം ഉപയോഗിക്കുന്നത്, ഉടഞ്ഞ പാത്രങ്ങളെ അത്രേ. കണ്ണുകളെ അടച്ച് 2 കരങ്ങളെ ഉയർത്തി അവനെ സ്നേഹിച്ചു നിന്നെ, അവനെ സ്നേഹിച്ചു നിന്നെ. ആരാധിക്കാൻ പാട്ട് വേണ്ട, അവനെ സ്നേഹിച്ചു നിന്നെ. 2 കരങ്ങളെ ഉയർത്തി, വേറെ ഒന്നും നമ്മൾ പറയുന്നില്ല. ഇന്ന് രാത്രി 2 കരങ്ങളെ ഉയർത്തി, കൊച്ചുമക്കൾ ഉൾപ്പെടെയുള്ളവർ, from the depth of your heart, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്. Come on, the people, those who are watching in the web stream, just close your eyes and lift your hands wherever you are. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറഞ്ഞേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു പറഞ്ഞേ. നിങ്ങളുടെ അധരത്തിൽ നിന്നല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. പറഞ്ഞേ, ശബ്ദം ഉയർത്തി. നീ മാത്രം മതി
നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ശബ്ദമുയർത്തി നീ മാത്രം, യേശുവേ നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവയീരേ ദാതാവാ നീ, യഹോവ റാഫ, യഹോവ സൗഖ്യദായകൻ, പന്നാടി വീണരാൻ ശക്തിയോടെ. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമേ ആവശ്യങ്ങൾ. യഹോവ ശമ്മ പാടുക, കൂടെ നൽകുമേ. ഇരു കരങ്ങൾ ഉയർത്തി ഹൃദയത്തിൽ നിന്ന് യേശുമാ, യേശുമാ, യേശു മാത്രം മതി എനിക്ക്. സ്വർഗം കേൾക്കട്ടെ. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം എനിക്ക്. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. കരങ്ങൾ ഉയർത്തി ഓരോ നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര നല്ല, ഒരു നാളും ഓ നാളും യേശുവേ എന്റെ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്ത് നിന്നേ.